നമസ്കാരം. ഹിന്ദുത്വ ശക്തികൾക്കെതിരായ വിശാല മതനിരപേക്ഷ സഖ്യത്തിൽ ചേരാൻ ആദ്യം കോൺഗ്രസ് ഹിന്ദു രാജ്യമെന്ന ആശയം തിരുത്തണമെന്ന PB അംഗം S. രാമചന്ദ്രൻ പിള്ള. ചെറിയ സംസ്ഥാനം മാത്രം ഭരിക്കുന്ന CPM ഉറുമ്പാനയ്ക്ക് കല്യാണം ആലോചിക്കും പോലെയാണ് ഉപാധി വയ്ക്കുന്നതെന്ന K. സുധാകരന്റെ പരിഹാസം. BJPയെ പരാജയപ്പെടുത്തുകയാണ് മുഖ്യ കടമയെന്ന കരട് രാഷ്ട്രീയ പ്രമേയത്തിൽ പറയുമ്പോഴും സംയുക്ത പണിമുടക്കിനപ്പുറം സംസ്ഥാനത്ത് എത്ര കേന്ദ്രവിരുദ്ധ പ്രക്ഷോഭങ്ങൾ നടന്നു? BJPക്ക് കോൺഗ്രസ് മുക്ത രാജ്യം എന്ന അജണ്ടയും CPMന് കോൺഗ്രസ് മുക്ത കേരളം എന്നതാണ് പദ്ധതിയുമെന്ന വിമർശനം ഉയരുമ്പോൾ CPM മുന്നോട്ട് വയ്ക്കുന്ന ബദൽ എന്താണ്? നമ്മോടൊപ്പം ചർച്ചയിൽ CPM പ്രതിനിധി അഡ്വക്കേറ്റ് KS അരുൺകുമാർ, കോൺഗ്രസ് പ്രതിനിധി ശ്രീ M. ലിജു, ഇടതു നിരീക്ഷകൻ ഡോക്ടർ ആസാദ് എന്നിവരാണ്. ശ്രീ M. ലിജു, രാവിലെ മുതൽ പാർട്ടി കോൺഗ്രസ് നടക്കുന്ന കണ്ണൂരിൽ നിന്നും കേൾക്കുന്ന മുഴുവൻ കോൺഗ്രസിനെതിരായ വിമർശനങ്ങളാണ്. ആദ്യം SRPയുടെ ഭാഗത്തുനിന്നുള്ള പ്രതികരണമായിരുന്നു. BJPക്ക് ഹിന്ദു രാഷ്ട്രം എന്നാണ് ഉദ്ദേശമെങ്കിൽ അതിന് കോൺഗ്രസിന്റെ നിലപാട് ഹിന്ദു രാജ്യം എന്നതാണ്. അപ്പം അങ്ങനെ ഒരു ആശയവുമായി മുന്നോട്ട് നിൽക്കുന്ന പാർട്ടിക്ക് മതനിരപേക്ഷ സഖ്യത്തിൽ ഭാഗമാകാൻ കഴിയില്ല എന്നാണ് SRP പറഞ്ഞത്. അതിന് മറുപടിയായി K. സുധാകരൻ പറഞ്ഞത് ഉറുമ്പാനയ്ക്ക് കല്യാണം ആലോചിക്കും പോലെയാണെന്നാണ്. ഈ പരിഹാസം എത്രത്തോളം ശരിയാണ്? സംസാരിക്കാമോ സ്മൃതി? ലിജുവിനോടാണ് ചോദ്യം. ഞാൻ പറയാമല്ലോ, പറയുന്നത് കേൾക്കാമോ? കേൾക്കാം, പറഞ്ഞോളൂ. ഹലോ, കേൾക്കാം ലിജു, പറഞ്ഞോളൂ. ഞാൻ പറയുന്നത് കേൾക്കാമോ? കേൾക്കാം. സ്മൃതി സംസാരിച്ച് തുടങ്ങിയത് തന്നെ ഞാൻ പറയുകയാണ്. സ്മൃതി സംസാരിച്ച് തുടങ്ങിയത് തന്നെ കണ്ണൂരിൽ നടക്കുന്ന CPMന്റെ പാർട്ടി കോൺഗ്രസിൽ തുടക്കം മുതൽ തന്നെ കോൺഗ്രസ് വിരുദ്ധമായ അല്ലെങ്കിൽ കോൺഗ്രസിനെതിരായ പരാമർശങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ്. സ്മൃതി അല്ലാതെ എന്താണ് ആ പാർട്ടി കോൺഗ്രസിൽ നിന്നും സ്മൃതി പ്രതീക്ഷിക്കുന്നത്? നമ്മുടെ രാജ്യത്ത് CPM അവശേഷിക്കുന്ന ഒരേ ഒരു സംസ്ഥാനം കേരളമാണ്. ഈ കേരളത്തിൽ CPMന്റെ മുഖ്യ ശത്രു എന്ന് പറയുന്നത് കോൺഗ്രസ് പാർട്ടിയാണ്. സ്വാഭാവികമായും ഇന്ത്യയിൽ നിന്ന് അവശേഷിക്കുന്ന ഒരേ ഒരു സംസ്ഥാനത്ത് വീണ്ടും പാർട്ടി ശക്തിപ്പെട്ടെങ്കിൽ മാത്രമേ CPMനെ സംബന്ധിച്ച് ഇന്ത്യയിൽ തന്നെ നിലനിൽപ്പുള്ളൂ. കാരണം അവരിന്ന് നേരത്തെ ഉണ്ട് 34 വർഷം തുടർച്ചയായി ഭരിച്ച ബംഗാളിൽ നിന്ന് സീറോയാണ്. CPM ഒരു 0 എന്ന് പറയുന്ന അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. പാർലമെൻറ്റിലില്ല, നിയമസഭയിലില്ല, സമ്പൂർണ്ണമായി 0 ത്രിപുരയിലില്ല. ത്രിപുരയിൽ രാഷ്ട്രീയ പ്രവർത്തനം തന്നെ ഏകദേശം അവസാനിപ്പിച്ച സ്ഥിതിയാണ്. പഴയ കാര്യങ്ങളെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. ആന്ധ്രാപ്രദേശോ മറ്റ് സംസ്ഥാനങ്ങളോ ഒന്നും സംസാരിക്കേണ്ട. സമീപകാല രാഷ്ട്രീയത്തിൽ ഉണ്ടായിരുന്ന പശ്ചിമ ബംഗാളിലും ത്രിപുരയിലും അവസാനിക്കുമ്പോൾ ഉള്ള ഒരേ ഒരു സ്ഥലത്തെ മുഖ്യ എതിരാളികളെ അല്ലാതെ പിന്നെ CPM ആരെയാണ് എതിർക്കേണ്ടത്? അപ്പം നമ്മളോട് അതിന് വലിയൊരു ദേശീയ മാനം എന്നൊന്നും നമ്മളത് കൊടുക്കുന്നതിന് അർത്ഥമില്ല. CPMന്റെ ദേശീയ പാർട്ടി കോൺഗ്രസ് എന്നതിനപ്പുറത്ത് കേരളം ഭരിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തി കേന്ദ്രത്തിൽ അവരുടെ മുഖ്യമന്ത്രിയായിരിക്കുന്ന അല്ലെങ്കിൽ ഈ പാർട്ടിയെ സമ്പൂർണ്ണമായി നിയന്ത്രിക്കുന്ന പിണറായി വിജയൻ്റെ തട്ടകത്തിൽ നടക്കുന്ന ഒരു സമ്മേളനത്തിൽ പിണറായി വിജയൻ്റെയും അദ്ദേഹത്തിൻ്റെ അനുയായികളുടെയും താല്പര്യപ്രകാരം ആ യോഗത്തിൽ കോൺഗ്രസ് വിമർശിക്കപ്പെടുന്നു എന്ന ഒരു തലം മാത്രമേ ഈ വിമർശനങ്ങൾക്കുള്ളൂ എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. രണ്ടാമത്തെ കാര്യം, BJPയുടെ ഹിന്ദുരാഷ്ട്ര സങ്കല്പത്തെ കോൺഗ്രസിൻ്റെ പ്രത്യയശാസ്ത്രം എന്താണെന്ന് എല്ലാവർക്കും അറിയാം. കോൺഗ്രസിൻ്റെ പ്രത്യയശാസ്ത്രം ഇന്ത്യയുടെ പ്രത്യയശാസ്ത്രമാണ്. അത് മതേതരത്വമാണ്, അത് ജനാധിപത്യമാണ്, അത് സ്ഥിതി സമത്വമാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ എഴുതി വച്ചിരിക്കുന്ന മഹത്തായ ദർശനങ്ങളൊക്കെ തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ വിചാരധാരയും കോൺഗ്രസിൻ്റെ പ്രത്യയശാസ്ത്രവുമാണ്. അപ്പോൾ അതുകൊണ്ട് അത് ഹിന്ദുരാജ്യമാണ് എന്ന് SRP പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു അദ്ദേഹം എൻ്റെ നാട്ടുകാരനാണ്, വളരെ ബഹുമാന്യനായ നേതാവാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ അദ്ദേഹം ആത്മകഥാപരമായ അല്ലെങ്കിൽ ഉള്ള പരാമർശം നടക്കുമ്പോഴെല്ലാം അദ്ദേഹം പറയുന്നൊരു കാര്യം ഞാൻ ഇതിന് വലിയ തെറ്റായിട്ടൊന്നും കണക്കാക്കുന്നില്ല. ചെറുപ്പത്തിൽ സംഭവിക്കുന്ന തെറ്റാണ്. അദ്ദേഹം ചെറുപ്പത്തിലൊരു RSS പ്രവർത്തകനായിരുന്നു, ഒരു സ്വയം സേവകനായിരുന്നു. അദ്ദേഹം അഡ്മിറ്റ് ചെയ്യുന്നൊരു കാര്യമാണ്. പിൽക്കാലത്ത് അദ്ദേഹത്തിൻ്റെ ചിന്താധാര മാറി. CPM ഒരു പാർട്ടിയിൽ എത്തിച്ചേരുമ്പോൾ ഞാൻ കരുതുന്നത് അദ്ദേഹത്തിൻ്റെ ഈ ജീവിതത്തിൻ്റെ ഈ ഒരു ഏറ്റവും മുതിർന്ന ഒരു അവസ്ഥയിലും അദ്ദേഹത്തിന് ആ സംഘപരിവാറിൻ്റെ ആ ഒരു ശേഷിപ്പ് ചെറിയ തോതിലെങ്കിലും അവശേഷിക്കുന്നുണ്ടോ എന്നൊരു സംശയം എനിക്ക് ഈ ഒരു പരാമർശം കൊണ്ട് തോന്നുകയാണ്. ഞാൻ അങ്ങനെ കരുതുന്നില്ല, കാരണം അദ്ദേഹം ഒരു ബഹുമാന്യനായ നേതാവാണ്. BJPക്ക് ഹിന്ദുരാഷ്ട്രമാണെങ്കിൽ കോൺഗ്രസിന് ഹിന്ദു രാജ്യം എന്നതാണ് നിങ്ങളുടെ ആശയം. അതാണ് പറഞ്ഞിരിക്കുന്നത്. BJPയെ വിമർശിച്ചുകൊണ്ടാണ് തുടങ്ങിയത്. അപ്പോൾ അദ്ദേഹത്തിന്റെ RSS സമീപനമാണെന്ന് എങ്ങനെ പറയാൻ സാധിക്കും? അല്ല,
അല്ലാതെ എങ്ങനെ ഹിന്ദു രാജ്യമാകും? സ്മൃതി കോൺഗ്രസിൻ്റെ ഹിന്ദു രാജ്യമാണോ? കോൺഗ്രസിൻ്റെത് ഹിന്ദു രാജ്യമല്ല. കോൺഗ്രസിൻ്റെ ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിക്കും എല്ലാം തുല്യ പ്രാധാന്യമുള്ള മതേതര രാഷ്ട്രമാണ് കോൺഗ്രസിൻ്റെ ദർശനം. കോൺഗ്രസിൻ്റെ സ്വപ്നവും അത് തന്നെയാണ്. രാഹുൽ ഗാന്ധി നടത്തിയൊരു പ്രസംഗത്തെ ഉദ്ദേശിച്ചാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അദ്ദേഹം അത് തന്നെ കൃത്യമായി പറഞ്ഞിരുന്നു. ഗാന്ധി പ്രതിദാനം ചെയ്യുന്ന ഹിന്ദുത്വമാണ്, അല്ലെങ്കിൽ ഹിന്ദുവാണ് ഇന്ത്യയുടെ ഹിന്ദു, അതല്ലാതെ ഗോഡ്സയുടെ ഹിന്ദു അല്ല. അത് വളരെ കൃത്യമായി BJPയുടെ ഹിന്ദുത്വ എന്ന കോയിനേജിനെ, ഹിന്ദുത്വ എന്ന പ്രയോഗത്തെ തുറന്നു കാട്ടാൻ വേണ്ടി രാഹുൽ ഗാന്ധി നടത്തിയ ഒരു ഉപമയാണ്. ഗാന്ധി പ്രതിദാനം ചെയ്യുന്ന ഹിന്ദുത്വ ദർശനമല്ല BJPയുടേത്, അത് കോൺഗ്രസിൻ്റെ ദർശനമാണ്. ഗോഡ്സയുടെ ദർശനമാണ് BJPയുടെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കോൺഗ്രസ് ആഗ്രഹിക്കുന്നത് ഹിന്ദു രാജ്യം എന്നാണോ? ഒരിക്കലുമല്ല. അപ്പോൾ സ്വാഭാവികമായും ശ്രീ രാമേന്ദ്രൻ പിള്ളയെ പോലെയുള്ള ആളുകൾ അത്തരം പരാമർശങ്ങളെ വളച്ചൊടിക്കാൻ ശ്രമിക്കുമ്പോൾ ഞാൻ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഭൂതകാല RSS ബന്ധം പറയേണ്ടി വന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഞാൻ അദ്ദേഹത്തെ വ്യക്തിപരമായി ആക്ഷേപിക്കാൻ പറഞ്ഞതല്ല. അദ്ദേഹത്തിൽ നിന്നും അങ്ങേയറ്റം ബാലിശമായ ഒരു പരാമർശം ഇന്നുണ്ടായപ്പോൾ സ്വാഭാവികമായി ഞാനൊന്ന് ഓർമ്മിപ്പിച്ചു എന്നുള്ളതേ ഉള്ളൂ. അത് പഴയ കാലത്ത് അദ്ദേഹം അങ്ങനെ ആയിരുന്നു എന്നതിന് ഒരു വലിയ തെറ്റായെന്ന് ഞാൻ കണക്കാക്കുന്നില്ല. മനുഷ്യർ ഓരോ ദിവസവും നവീകരിക്കപ്പെടേണ്ട ആളുകളാണ്. അദ്ദേഹം നവീകരിച്ച് RSSൽ നിന്നും CPMൽ ചേർന്നതിൽ വ്യക്തിപരമായി ഞാൻ സന്തോഷവാനാണ്. നമ്മുടെ രാജ്യത്തിനും അത് ഗുണകരമായിട്ടുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. പക്ഷേ ഇപ്പോഴും അദ്ദേഹം അത്തരത്തിൽ വളച്ചൊടിക്കാൻ ശ്രമിക്കുന്നതിനെയാണ് ഞാൻ വിമർശിക്കുന്നത്. കോൺഗ്രസിൻ്റെ ദർശനം അതല്ല എന്ന് അദ്ദേഹത്തിന് അറിയാം. അരുൺ, BJPയെ ഒറ്റപ്പെടുത്തുകയും പരാജയപ്പെടുത്തുകയുമാണ് ലക്ഷ്യം. അതാണ് പ്രധാനമായും പാർട്ടി കോൺഗ്രസിൽ ചർച്ച ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളുടെ കരട് രാഷ്ട്രീയ പ്രമേയത്തിൽ പറയുന്നത്. പക്ഷേ ഇന്ന് രാവിലെ മുതൽ കേൾക്കുന്നത്, പാർട്ടി സമ്മേളനത്തിന് തുടക്കമാകുമ്പോൾ രാവിലെ മുതൽ കേൾക്കുന്നത് കോൺഗ്രസിനെതിരായ വിമർശനങ്ങളാണ്. SRPയുടെ ഭാഗത്തു വന്ന പ്രതികരണം കണ്ടു, അതിലുള്ള K. സുധാകരന്റെ പ്രതികരണം കണ്ടു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇതാ പിണറായി വിജയന്റെ പ്രസംഗം. അത് കേൾപ്പിക്കുമ്പോൾ താങ്കൾ മറ്റൊരു ചാനലിലായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ പറയുകയാണ്, കേരളത്തിലെ സർക്കാരിനെ വിമർശിക്കുന്ന ഈ കോൺഗ്രസ് ശോഷിച്ച് ഇല്ലാതാകും. ഒരു ശാപവചനം പോലെയാണ്. അപ്പോൾ കോൺഗ്രസ് തന്നെയാണോ നിങ്ങളുടെ പ്രധാനപ്പെട്ട അജണ്ട? കോൺഗ്രസിനോടുള്ള സമീപനമാണോ ഈ പാർട്ടി കോൺഗ്രസിലെ പ്രധാനപ്പെട്ട അജണ്ട? 35 വർഷത്തെ പാരമ്പര്യമുണ്ടല്ലോ കോൺഗ്രസിന്. സമൂഹത്തിന്റെ, രാജ്യത്തിന്റെ വിവിധ മേഖലകളിൽ നല്ല വേരുണ്ടായിരുന്ന ഒരു പ്രസ്ഥാനം, സ്വാതന്ത്ര്യ സമരത്തിലടക്കം വളരെ നേതൃത്വപരമായിട്ടുള്ള പങ്കുവഹിച്ച ഒരു പ്രസ്ഥാനം. സ്വാതന്ത്ര്യം കിട്ടി 75ാം വാർഷികം ആഘോഷിക്കുമ്പോഴേക്കും തകർന്ന് തരിപ്പണമായി മാറുന്ന കാഴ്ച നാം കണ്ടല്ലോ. ഇപ്പൊ ഓരോ ദിവസവും ഓരോ പ്രദേശത്തും ദുർബലമായി കോൺഗ്രസ് പോയിക്കൊണ്ടിരിക്കുക. പക്ഷെ കോൺഗ്രസ് പൂർണ്ണമായിട്ട് നശിച്ചില്ലാതാകണമെന്നും CPM ആഗ്രഹിക്കുന്നില്ല. കോൺഗ്രസായി മാറണം എന്നാണ് പല ഘട്ടത്തിലും CPM പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ കോൺഗ്രസിലെ തന്നെ കപിൽ സിബലും അതുപോലെ തന്നെ തലമുതിർന്ന നേതാക്കന്മാരെല്ലാം G23 എന്ന പേരിൽ കോൺഗ്രസിനെ ശുദ്ധീകരിക്കാൻ ഇറങ്ങി തിരിച്ചിരിക്കുന്ന കാഴ്ചയൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. 2 വർഷമായി ഒരു ദേശീയ പ്രസിഡന്റിനെ പോലും തെരഞ്ഞെടുക്കാൻ കഴിയാതെ ജനാധിപത്യം എന്തെന്ന് പോലും അറിയാത്ത തരത്തിലേക്ക് കോൺഗ്രസ് അതമ്പതിച്ചു. ഇപ്പോൾ 100 വർഷം കോൺഗ്രസിന് തികഞ്ഞ സമയം 1985 ഡിസംബർ മാസം 28-ന് മുംബൈയിൽ വെച്ച് നടന്ന പൊതുസമ്മേളനത്തിൽ രാജീവ് ഗാന്ധി അന്ന് പറഞ്ഞത് ദേശീയത, മതനിരപേക്ഷത, ജനാധിപത്യം, സോഷ്യലിസം, അതാണ് രാജ്യത്തിന്റെ ഏറ്റവും അടിത്തറ. അത് ജനങ്ങളിൽ എത്തിക്കുന്നതിൽ കോൺഗ്രസ് പരാജയപ്പെട്ടു എന്നാണ്. ഞാൻ ചോദിച്ചോട്ടെ, CPM ഇപ്പൊ ഈ സംസ്ഥാന സമ്മേളനം പൂർത്തീകരിച്ച് പാർട്ടി കോൺഗ്രസിലേക്ക് പോകുന്നത് ആ പാർട്ടിയിലെ മുഴുവൻ അംഗങ്ങൾക്കും, അതായത് പാർട്ടി മെമ്പർഷിപ്പുള്ള മുഴുവൻ അംഗങ്ങൾക്കും അഭിപ്രായം പറയാനും തെരഞ്ഞെടുക്കപ്പെടാനുമുള്ള വേദി ഒരുക്കിയിട്ടാണ്. അതായത് ബ്രാഞ്ച് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് ആ ബ്രാഞ്ചിൽപ്പെട്ട മുഴുവൻ പാർട്ടി അംഗങ്ങളാണ്. അങ്ങനെ പടിപടിയായി ഓരോ 3 വർഷം കൂടുമ്പോഴും ജനാധിപത്യം എന്തെന്ന് കൃത്യമായി തെളിയിച്ച് സംഘടനാ സമ്മേളനം പൂർത്തീകരിക്കുന്നു. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ശ്രീ ലിജുവിന്റെ ജീവിതത്തിൽ സംഘടനാ തെരഞ്ഞെടുപ്പ് എന്തെന്ന് ലിജു അറിഞ്ഞിട്ടുണ്ടോ? സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം ഇന്ത്യയിൽ വോട്ടർമാരെ വെച്ച്, അല്ലെങ്കിൽ കൃത്യമായി മെമ്പർഷിപ്പ് ഉള്ളവർക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശം കൊടുത്ത് ഒരു സംഘടനാ തെരഞ്ഞെടുപ്പ് കോൺഗ്രസ് ഇതുവരെയെങ്കിലും നടത്തിയിട്ടുണ്ടോ? സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള ചരിത്രം ഉണ്ടെങ്കിൽ 1943 സമ്മേളനം, 42 സമ്മേളനം, 41 സമ്മേളനം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, AICCയുടെ സമ്മേളനം. പക്ഷേ ഈ അടുത്ത കാലത്ത് നമ്മൾ നോക്കിയ 92-ലാണ് കേരളത്തിൽ അവസാനമായിട്ട് സംഘടനാ തെരഞ്ഞെടുപ്പ് നടന്നത്. ഇപ്പൊ മെമ്പർഷിപ്പ് കൊടുക്കാൻ തീരുമാനിച്ചു 2 മാസത്തേക്ക്. ആ 2 മാസത്തിൽ 50 ലക്ഷം പേരെ മെമ്പർമാരാക്കാനാണ് കേരളത്തിൽ തീരുമാനിച്ചത്. 3 ലക്ഷം പേർക്ക് പോലും മെമ്പർഷിപ്പ് കൊടുക്കാൻ കഴിയാതെ ഇപ്പൊ സമയം നീട്ടിക്കൊടുത്ത് നമ്മുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് ഓരോ സാഹചര്യത്തിലും ഇവിടെ മുഖ്യ ശത്രുവായി മാറിയിരിക്കുന്ന BJPയെ, ജനങ്ങളുടെ ജീവിക്കാനുള്ള അവകാശം നിഷേധിച്ചുകൊണ്ടിരിക്കുന്ന BJPയെ എതിർക്കാനുള്ള അവസരം പ്രയോജനപ്പെടുത്താതെ അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. അത് പാർലമെന്റിനകത്താണെങ്കിലും പുറത്താണെങ്കിലും. കാശ്മീരിനെ കീറി മുറിച്ച വിഷയങ്ങൾ ഉണ്ടാക്കി. അവിടെ സീതാറാം യെച്ചൂരിയും രാഹുൽ ഗാന്ധിയും ഒരുമിച്ചാണ് വിമാനത്തിൽ ചെന്നിറങ്ങിയത്. ആ വിമാനത്തിൽ തന്നെ അവരെ തിരിച്ചുവിട്ടു.
സീതാറാം യെച്ചൂരി നേരെ സുപ്രീം കോടതിയിൽ വന്ന് ഹേബിയസ് കോർപ്പസ് ഹർജി ഫയൽ ചെയ്ത് യൂസഫ് തരിഗാമി അടക്കമുള്ള നേതാക്കന്മാരെ ഡൽഹിയിൽ കൊണ്ടുവന്ന് ചികിത്സ കൊടുക്കാനും അവിടുത്തെ ജനങ്ങളുടെ അവകാശങ്ങൾ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഇടപെടൽ നടത്തി, നിയമപരമായ പോരാട്ടം നടത്തി. രാഹുൽ ഗാന്ധി എങ്ങോട്ടാ പോയെ? നേരെ ഇറ്റലിക്ക് വിമാനം കയറിപ്പോയി. അതുപോലെ തന്നെ മുത്തലാഖ് പരിഷ്കരണ നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ ചർച്ച ഭൂരിഭാഗവും ശരി തന്നെയാണ്. അരുൺ, കോൺഗ്രസുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഉയർത്തുന്ന വിമർശനങ്ങൾ ഭൂരിഭാഗം ശരി തന്നെയാണ്. അവർ തന്നെ അത് ശരിവെക്കുന്നുണ്ട്. പലതും അവർ തിരുത്താൻ ശ്രമിക്കുന്നു എന്ന് പറയുകയും ചെയ്യുന്ന പാർട്ടിയാണ്. ലിജു അതിൽ കൂടുതൽ പറയട്ടെ. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, BJP-ക്കെതിരെ ഒരു ബദൽ എന്ന ആലോചന വരുമ്പോൾ കോൺഗ്രസ് വേണ്ട എന്ന് തീരുമാനിക്കുന്നത് എങ്ങനെയാണ്? ഏത് ഘട്ടത്തിലാണ് കോൺഗ്രസ് വേണ്ട എന്നൊരു നിലപാടിലേക്ക് നിങ്ങൾ എത്തുന്നത്? കോൺഗ്രസ് ഹിന്ദു രാജ്യം എന്ന സമീപനം ആശയം മാറ്റിയില്ലെങ്കിൽ കോൺഗ്രസ് ഈ സഖ്യത്തിലുണ്ടാവില്ല എന്ന് പറയാൻ മാത്രം ശക്തമായോ CPM? ഈ ഘട്ടത്തിൽ CPM അത്ര പറയാനായോ? അടുത്ത കാലത്ത് നടന്ന സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പുകളെല്ലാം തെളിയിച്ചിരിക്കുന്ന ചില ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ഇപ്പൊ ബീഹാറിൽ 120 സീറ്റിൽ കോൺഗ്രസിനെ മത്സരിപ്പിച്ചു. എത്ര സീറ്റിലാണ് അവർ ജയിച്ചത്? BJP-ക്കെതിരെ അവിടെ ഒരു മുന്നണി അധികാരത്തിൽ വരുമെന്ന് ഈ നാട് വലിയ പ്രതീക്ഷയുണ്ടായി. അവസാനം അവിടെ ലാലു പ്രസാദ് യാദവിന്റെ ആ മുന്നണി എന്താ പറഞ്ഞത്? നേതാക്കന്മാർ എന്താ പറഞ്ഞത്? കോൺഗ്രസിനെ കൂടെ കൂട്ടിയത് കൊണ്ട് മാത്രം തോറ്റു എന്ന് പറയുന്ന സാഹചര്യം ഉണ്ടായി. ഉത്തർപ്രദേശ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ ഗതി നിർണ്ണയിക്കുന്ന തെരഞ്ഞെടുപ്പല്ലേ? ആ ഉത്തർപ്രദേശിൽ ഇപ്പോൾ ശരിക്കും BJP വിരുദ്ധ വോട്ടുകൾ ഭിന്നിച്ചു പോകാനുണ്ടായിട്ടുള്ള കാരണം കോൺഗ്രസ് അല്ലേ? അവിടെ എല്ലാ സീറ്റുകളിലും മത്സരിച്ചെങ്കിലും അവർക്ക് കെട്ടിവെച്ച തുക നഷ്ടപ്പെട്ടതും ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അതായത് കോൺഗ്രസിന് പണ്ട് സ്വാധീനമുണ്ടായിരുന്ന പല സംസ്ഥാനങ്ങളിലും അവർ അപ്രത്യക്ഷമാകുകയും പ്രാദേശിക കക്ഷികൾ ഒറ്റയ്ക്ക് ഭരണം പിടിക്കുന്ന സാഹചര്യവും പ്രാദേശിക കക്ഷികളോടൊപ്പം കൂട്ടുചേർക്കാൻ പറ്റാത്ത ഒരു പാർട്ടിയായി കോൺഗ്രസ് മാറി. അവിടെയാണ് സാഹചര്യം പല സംസ്ഥാനങ്ങളിലും. 26 സംസ്ഥാനത്തോളം ഭരിച്ച പാർട്ടിയില്ലേ ഇപ്പൊ 2 സംസ്ഥാനങ്ങളിലേക്ക് ഒതുങ്ങുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോൾ കോൺഗ്രസ് മാറണം. പറയാനുണ്ട്. പരാജയങ്ങളുടെ ചരിത്രമുണ്ടല്ലോ. ത്രിപുരയുടെ കാര്യമായാലും പശ്ചിമ ബംഗാളിന്റെ കാര്യമായാലും. അപ്പോൾ തിരുത്തലുകൾ 2 ഭാഗത്തും വേണ്ടതാണ്. ഇപ്പോൾ ഒരുമിച്ച് നിൽക്കേണ്ട ഘട്ടത്തിൽ നിങ്ങൾ ആർക്കെതിരെയാണ് വിമർശനം ഉന്നയിക്കുന്നത്? നിങ്ങൾ ആരെയാണ് പ്രധാനമായും വിരൽ ചൂണ്ടുന്നത്? ആർക്ക് നേരെയാണ് വിരൽ ചൂണ്ടുന്നത്? അതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഡോക്ടർ ആസാദ്, നേരത്തെ പറഞ്ഞതുപോലെ പാർട്ടി കോൺഗ്രസ് വേദിയിൽ നിന്നും ഉയരുന്നത് മുഴുവൻ കോൺഗ്രസിനെതിരായ വിമർശനങ്ങളാണ്. ഇന്ന് രാവിലെ മുതലുള്ള ചർച്ചകളും കണ്ടല്ലോ. BJP-ക്കെതിരായ ഐക്യം എന്ന ആലോചനയിലേക്ക് കടക്കേണ്ട ഘട്ടത്തിൽ എന്തുകൊണ്ട് കോൺഗ്രസിനെതിരെ കോൺഗ്രസ് മുക്ത കേരളമാണ് CPM-ന്റെ ലക്ഷ്യമെന്നാണ് കെ സുധാകരൻ പറയുന്നത്? താങ്കളുടെ അഭിപ്രായം എന്താണ്? സ്മൃതി, വാസ്തവത്തില് ഈയൊരു സന്ദർഭം 23-ാം പാർട്ടി കോൺഗ്രസ് നടക്കുന്ന ഈ സന്ദർഭം വളരെ പ്രധാനമാണ്. ഇന്ത്യയിൽ അമിതാധികാര വാഴ്ച 2025 ഒരു ഹിന്ദുത്വ രാഷ്ട്ര പ്രഖ്യാപനത്തോളം എത്തുന്ന അവസ്ഥയിലാണ് ഇന്ത്യ രാജ്യം നിൽക്കുന്നത്. ഇത്തരം ഒരു സമയത്ത് രാജ്യത്ത് ഇടതുപക്ഷ പ്രസ്ഥാനം നിലനിൽക്കുന്നു എന്നത് അഭിമാനകരമാണ്, നമ്മൾ കൊണ്ടാടേണ്ടതാണ്. ഈ CPM-ന്റെ അഖിലേന്ത്യാ സമ്മേളനം പാർട്ടി കോൺഗ്രസ് നടക്കുന്ന സമയത്ത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ രാഷ്ട്രീയ ശക്തിയായി വളർന്നു വരേണ്ട ഒരു പ്രസ്ഥാനമായി തന്നെയാണ് നമ്മളതിനെ കാണേണ്ടത്. അതുകൊണ്ട് അഖിലേന്ത്യാ തലത്തിലുള്ള അതിന്റെ അനുഭവ പാഠങ്ങൾ ചർച്ച ചെയ്യുന്ന ആ വേദിക്ക് മുന്നിൽ നാം കേരളത്തിന്റെ ഒരു ഇത്തിരി വട്ടത്തിന്റെ ഒരു പരിമിതമായ പ്രശ്നങ്ങളുടെ അകത്ത് വെച്ച് മാത്രം ഇത് വിശകലനം ചെയ്തു പോകുന്ന അത്ര ഗുണമാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. അത് നമ്മുടെ വിശകലനം മാത്രമല്ല, നേതാക്കന്മാരുടെ ചർച്ചകളിലും അത് വരുന്നത് വളരെ ദുഃഖകരമാണ്. എന്താ കാരണം എന്ന് വെച്ചാൽ, അഖിലേന്ത്യാ തലത്തിൽ ഫാഷിസ്റ്റുകളുടെ ഒരുപക്ഷെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ വളർച്ചയുടെ ഭാഗമായി നമ്മുടെ മതനിരപേക്ഷ ശക്തികൾ പതുക്കെ പതുക്കെ പുറന്തള്ളപ്പെടുന്നുണ്ട്. പല മേഖലയിലും ജനാധിപത്യ പ്രസ്ഥാനങ്ങൾ പുറന്തള്ളപ്പെടുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇടതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനം അതിനേക്കാൾ തീവ്രമായി പുറന്തള്ളപ്പെടും. കാരണം അതാണ് ഫാഷിസത്തിന്റെ വളർച്ചയുടെ രീതി. അത് അതിന്റെ ആശയതലം ഊന്നുമ്പോൾ ഏറ്റവും അധികം പരിക്ക് പറ്റുന്നത് പുരോഗമന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കാണ്. അതുകൊണ്ട് പുരോഗമന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ജനാധിപത്യ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഇന്ത്യ രാജ്യത്ത് പുറന്തള്ളപ്പെട്ടു പോവുകയും ഫാഷിസത്തിന് അനുകൂലമായ പ്രാദേശിക പാർട്ടികളുടെ പരസ്പര വിരുദ്ധമായ പ്രസ്ഥാനങ്ങളെ വളർത്തിക്കൊണ്ടുവരികയും ചെയ്യുന്ന ഒരു പ്രത്യേക സാഹചര്യം രാജ്യത്തുണ്ട്. ആ സന്ദർഭത്തിൽ രാജ്യത്തെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ CPM പോലെയുള്ള ഒരു വലിയ പ്രസ്ഥാനത്തിന്, ഞാൻ വലിയ പ്രസ്ഥാനം തന്നെ പറയുന്നു, കാരണം അതിനൊരുപാട് കാരണമുണ്ട്. നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ബംഗാളിലും ത്രിപുരയിലും ആ പാർട്ടി ശോഷിച്ചു പോകുന്ന സാഹചര്യത്തിൽ പോലും കഴിഞ്ഞ 5-8 വർഷക്കാലത്ത് അഖിലേന്ത്യാ തലത്തിൽ ഉജ്ജ്വലമായ സമരങ്ങൾ നയിച്ചിട്ടുണ്ട് CPM-ഉം അതിന്റെ പോഷക സംഘടനകളും.
കിസാൻ സഭയുടെ നേതൃത്വത്തിൽ മഹാരാഷ്ട്രയിലും ഹരിയാനയിലും രാജസ്ഥാനിലും ഒക്കെ നടന്നിട്ടുള്ള സമരം ചരിത്രത്തിൽ തന്നെ ഉജ്ജ്വലമായ സമരങ്ങളാണ്. അതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നത് പാർലമെന്ററി രംഗത്ത് CPM കുറച്ച് പിറകോട്ട് പോയി എന്നുള്ളത് കൊണ്ട് CPM അഖിലേന്ത്യാ തലത്തിൽ പിറകോട്ട് പോവുകയല്ല ചെയ്തത്, ഒരുപക്ഷെ കൂടുതൽ ശക്തമായി ഇന്ത്യൻ ഗ്രാമങ്ങളിലേക്ക് കടന്നു പോകുന്ന സാഹചര്യം ഉണ്ടായി. ഒരുപക്ഷെ ഫാസിസ്റ്റ് വിരുദ്ധ പുരോഗമന രാഷ്ട്രീയ ശക്തികളുടെ ഏകീകരണത്തിനും വളർച്ചയ്ക്കും സഹായകമാകും CPMന്റെ ആ വളർച്ച എന്ന് ഞാൻ കരുതുന്നു. ഞാനൊക്കെ ഉന്നയിക്കുന്ന അഭിപ്രായ വ്യത്യാസം എന്ന് പറയുന്നത്, കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന പ്രദേശങ്ങളിൽ, സ്ഥലങ്ങളിൽ CPM പോലെയുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം മറ്റിടങ്ങളിലെ സമരത്തിന് വിരുദ്ധമായ നവലിബറൽ ആശയങ്ങളും അതിന്റെ പ്രയോഗ രീതികളും കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. അത് വെച്ച് സംസ്ഥാന സമ്മേളനത്തെ വിലയിരുത്തുന്ന പോലെ ദേശീയ സമ്മേളനത്തെ വിലയിരുത്തിക്കൂടാ എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, കോൺഗ്രസിനോട് എടുക്കുന്ന നിലപാട്, കേരളത്തിൽ എടുക്കുന്ന നിലപാട് പാർട്ടി കോൺഗ്രസും പറയുന്നത് പ്രായോഗികമായ മാതൃക കേരളത്തിൽ നിന്നാണ്. അപ്പൊ കേരളമാണ് ബദൽ, കേരളത്തിലെയാണ് ലക്ഷ്യം വെക്കുന്നത്, കേരളം മാത്രമാണ് ബദലായി നിൽക്കുന്നത്. മറ്റിടത്തെ തെരഞ്ഞെടുപ്പ് പരാജയങ്ങളാണല്ലോ മുന്നിലുള്ളത്. അപ്പോൾ വിജയിച്ച മാതൃക എവിടെയാണ്? അതുകൊണ്ടാണ് ഈ കേരളം എന്ന ഠാവട്ടത്തിൽ ഒതുങ്ങുന്നത്. അല്ല, പാർട്ടി കോൺഗ്രസ് എന്തു പറയുന്നു എന്നുള്ളത് പാർട്ടി കോൺഗ്രസ് കഴിയുമ്പോഴാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. പാർട്ടി കോൺഗ്രസ് ഇത് പറയാനായിട്ടില്ല. കാരണം എന്താണെന്നറിയോ, അഖിലേന്ത്യാ തലത്തിൽ ഭൂമിക്ക് വേണ്ടിയുള്ള സമരം ഒന്ന് നോക്കൂ. കർഷക സമരത്തിൽ എല്ലാവരും ഉണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് കോൺഗ്രസിനും മറ്റ് വലതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനങ്ങൾക്കും കർഷക സംഘത്തോട് പൂർണ്ണമായി കർഷക സമരത്തോട് യോജിക്കാൻ പറ്റിയത്? അത് ധനിക കർഷകരുടെയും ഇടത്തരം കർഷകരുടെയും ഒക്കെ സമരമായിരുന്നു. എന്നാൽ ധനിക കർഷകരുടെയും ഇടത്തരം കർഷകരുടെയും ഭൂരഹിത കർഷകരുടെയും ഒക്കെ പൊതുവികാരത്തിനൊപ്പം ആ സമരം നയിക്കുമ്പോൾ തന്നെ ഇന്ത്യൻ ഗ്രാമങ്ങളിൽ ദരിദ്ര കർഷകരുടെയും ഭൂരഹിത കർഷകരുടെയും പ്രശ്നങ്ങൾ ഏറ്റെടുക്കുന്നത് കിസാൻ സഭ പോലെയുള്ള പ്രസ്ഥാനങ്ങളാണ്. ആ പ്രസ്ഥാനങ്ങൾക്ക് ആ പ്രദേശങ്ങളിൽ പുതിയ വികസനത്തിന്റെ ഭൂമി ഏറ്റെടുക്കലിനെതിരെ സമരം നടത്തേണ്ടി വരും. അതാണ് മഹാരാഷ്ട്ര, ബോംബെ, പൂനെ, അഹമ്മദാബാദ് ബുള്ളറ്റ് ട്രെയിനിനെതിരായുള്ള സമരത്തിൽ വരുന്നത്. അതാണ് നോയിഡയിൽ ദേശീയപാതക്കെതിരായ സമരത്തിൽ, അതാണ് രാജസ്ഥാനിൽ ചുങ്കപ്പാതക്കെതിരായി അമ്രാറാം നയിച്ച സമരത്തിലുള്ളത്. അതായത് ഇന്ത്യൻ ഗ്രാമങ്ങളിൽ ഭൂമിക്ക് വേണ്ടിയുള്ള ഭൂസമരത്തിന്റെ പുതിയ പുതിയ തലങ്ങൾ വരുമ്പോൾ കേരളത്തിൽ ഭൂമിയെ ഒരു റിയൽ എസ്റ്റേറ്റ് സംഭവം മാത്രമാക്കി വികസന പ്രക്രിയ, നവലിബറൽ കോർപ്പറേറ്റ് വികസന പ്രക്രിയ തുടരുന്നു. ഇത് അംഗീകരിക്കാൻ പാർട്ടി കോൺഗ്രസിന് കഴിയും എന്നെനിക്ക് തോന്നുന്നില്ല. കാരണം ഈ വിപ്ലവത്തിന്റെ അല്ലെങ്കിൽ ഈ ജനകീയ ജനാധിപത്യ ഘട്ടത്തിന്റെ ഈ ഘട്ടത്തിൽ, അതിന്റെ ഭരണത്തിലേക്കുള്ള ഈ ഒന്നാം ഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സമരമായിട്ട് മുദ്രാവാക്യമായി അവർ ഉയർത്തുന്നത് ഭൂമി എല്ലാവർക്കും, കർഷകർക്ക്, ഭൂമിയിൽ പണി ചെയ്യുന്നവർക്ക് ഭൂമി കിട്ടണം എന്നുള്ളതാണ്. ആ മുദ്രാവാക്യം ഉപേക്ഷിച്ചിട്ടില്ല. ഇന്ത്യ രാജ്യത്തൊട്ടാകെ ആ മുദ്രാവാക്യം ഉയർത്തി സമരം ചെയ്യുന്ന ഒരു പാർട്ടി കേരളത്തിൽ അധികാരത്തിലിരിക്കുമ്പോൾ അതിനെതിരായ ജനറൽ സെക്രട്ടറി പറഞ്ഞിരിക്കുന്നത്. ഡോക്ടർ ആസാദ്, സർവേ കഴിയട്ടെ എന്നാണ് ജനറൽ സെക്രട്ടറി പറഞ്ഞിരിക്കുന്നത്. ഇന്നിപ്പോൾ പിണറായി വിജയൻ അല്പം മുമ്പുള്ള ജനറൽ സെക്രട്ടറി പറയുന്നത് പറഞ്ഞോളൂ. അതെ, ജനറൽ സെക്രട്ടറി പറയുന്നത് സർവേ കഴിയട്ടെ എന്നാണ്. എന്നതോടൊപ്പം തന്നെ നമ്മൾ അറിയേണ്ടത്, ആ സർവേക്ക് മുമ്പ് പാർട്ടി കോൺഗ്രസ് കഴിയും. പാർട്ടി കോൺഗ്രസ് കഴിയുമ്പോഴും ഏറ്റവും കൂടുതൽ പ്രതിനിധികളെ അയക്കുന്ന കേരളത്തിന്റെ വികസന നയമാണ് അവിടെ അംഗീകരിക്കപ്പെടുന്നത് എങ്കിൽ അഖിലേന്ത്യാ തലത്തിൽ CPMന്റെ സമരങ്ങളുടെ ഗതി എന്താകും എന്ന് നമ്മൾ കാണാൻ പോകുന്നതേയുള്ളൂ. ഇപ്പൊ കോൺഗ്രസിനെ SRP ഒക്കെ വെല്ലുവിളിക്കുന്നത്, നിങ്ങൾ BJPക്കെതിരായുള്ള രാഷ്ട്രീയ അല്ലെങ്കിൽ ഫാഷിസത്തിനെതിരായുള്ള രാഷ്ട്രീയ സമരത്തിൽ പങ്കെടുക്കുന്നുണ്ട് എങ്കിൽ ജനകീയമായ സമരങ്ങളിൽ നിങ്ങളുടെ ഏകാധിപത്യപരമായ സ്വഭാവത്തിനെതിരായി വികസന വിരോധികളാണ് ഇവിടുത്തെ വികസന പദ്ധതികൾക്കെതിരെ നിൽക്കുന്ന കോൺഗ്രസും ലീഗും. അവർ ശക്തി ക്ഷയിച്ച് ഇല്ലാതാകുമെന്നാണ് അല്പം മുമ്പ് പറഞ്ഞത്. അതും താങ്കൾ കേട്ടല്ലോ. അപ്പോൾ അതായിരിക്കും പൊതുവായ സമീപനം. അതിനാണ് കൂടുതൽ ശക്തി ലഭിക്കുക, ആ ശബ്ദത്തിനാണ് കൂടുതൽ ശക്തി ലഭിക്കുക ഈ പാർട്ടി കോൺഗ്രസിൽ എന്നുള്ള കാര്യം ഉറപ്പാണ്. അല്ല, നമ്മൾ മുൻവിധി വേണ്ട. ഇത്തരം കാര്യങ്ങൾ ശരിയായിരിക്കാം, പക്ഷെ മുൻവിധി വേണ്ട. കാരണം ദേശീയ തലത്തിലെ രാഷ്ട്രീയത്തെ നിർണ്ണയിക്കാൻ പോകുന്ന ഒരു പാർട്ടി കോൺഗ്രസ് ആണിത്. ഇടതുപക്ഷ രാഷ്ട്രീയം നമ്മുടെ രാജ്യത്ത് നിലനിൽക്കണം. അത് നിലനിൽക്കുന്നതിനെതിരായ ഒരു തീരുമാനം അവിടെ നിന്നുണ്ടാവാൻ ഈ അവസാന ഘട്ടത്തിൽ, ഫാഷിസം അതിന്റെ അവസാന ലാപ്പിലേക്ക് കുതിക്കുന്ന ഈ ഘട്ടത്തിൽ ഉണ്ടാവുമെങ്കിൽ അത് ആ പ്രസ്ഥാനത്തെയും രാജ്യത്തെ ഇടതുപക്ഷത്തെയും രാജ്യത്തെ ജനാധിപത്യ മുന്നേറ്റങ്ങളെയും തകർക്കും. അങ്ങനെ ഒരു തീരുമാനത്തിലേക്കാണ് അഖിലേന്ത്യാ തലത്തിൽ CPMന്റെ പ്രതിനിധികൾ എടുക്കുന്നത് എങ്കിൽ നമ്മൾ സഹിക്കാനല്ലേ പറ്റൂ. കേരളത്തിൽ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ കൊണ്ടുവന്ന ഒരു വികസന നയത്തെ അഖിലേന്ത്യാ തലത്തിൽ വ്യാപിപ്പിക്കണമെന്ന് ആഗ്രഹം ഉണ്ടാവും. പക്ഷെ അത് ഭരണം കിട്ടുമ്പോഴേ നടക്കൂ. അഖിലേന്ത്യാ തലത്തിൽ CPMന് ഭരണമൊന്നുമില്ല. ശരി, അതിനുള്ള മറുപടി ശ്രീ അരുൺ നൽകും. അതിനു മുമ്പ് ലിജുവിലേക്ക്. ലിജു,
ഇപ്പോൾ കോൺഗ്രസിനെതിരെ CPM ഉയർത്തുന്ന വിമർശനങ്ങളോട് താങ്കളുടെ പ്രതികരണം കണ്ടു. പക്ഷെ നിങ്ങൾക്കും ഈ തൊട്ടുകൂടായ്മയുണ്ട്. പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കേണ്ട എന്ന് തരൂരിനോട് പറയുന്നു. ഇപ്പോൾ KV തോമസ് ചാഞ്ചാടി നിൽക്കുകയാണ്. ചിലപ്പോൾ പോയേക്കുമെന്നാണ് ഇപ്പോൾ കേൾക്കുന്നത്. അദ്ദേഹത്തിന്റെ പേര് ഇപ്പോൾ ലിസ്റ്റിലുണ്ട്. അത്രേ ഒന്നും പറഞ്ഞിട്ടില്ല. അവിടുന്ന് മുകളിൽ നിന്ന് പോകരുതെന്ന് പറഞ്ഞെങ്കിലും അദ്ദേഹം ചിലപ്പോൾ പോകാൻ സാധ്യതയുണ്ടെന്ന് ഇപ്പോൾ കേൾക്കുന്നു. അപ്പോൾ ഇതാണ് നിങ്ങളുടെ സമീപനവും. പാർട്ടി കോൺഗ്രസിലേക്ക് പോയാൽ എന്ത് കുഴപ്പം പറ്റും എന്നുള്ള സമീപനം നിങ്ങൾക്കുമുണ്ട്. സ്മൃതി, എനിക്ക് കുറച്ച് സമയം തരണം. അതിന് കാരണം ശ്രീ അരുൺ പറഞ്ഞ കാര്യങ്ങൾക്കുള്ള മറുപടിയും അതോടൊപ്പം നിലവിലുള്ള ഈ പാർട്ടി കോൺഗ്രസിൻ്റെതായ സാഹചര്യങ്ങളോടുള്ള എൻ്റെ അഭിപ്രായവും സൂചിപ്പിക്കേണ്ടതുണ്ട്. ഒന്ന്, അരുൺ പറഞ്ഞതിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം, CPM ഒരു ജനാധിപത്യ പാർട്ടിയാണ്. കോൺഗ്രസ് പോലെയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് ജനാധിപത്യം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു പോയിന്റ്. CPM യഥാർത്ഥത്തിൽ ഒരു ജനാധിപത്യ പാർട്ടിയാണോ അരുൺ? ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, ഇന്ന് കേരളത്തിൽ മാത്രം അവശേഷിക്കുന്ന പശ്ചിമ ബംഗാളിലെയും ത്രിപുരയിലെയും ഒക്കെ തന്നെ യൂണിറ്റുകൾ അപ്രസക്തമായിരിക്കുന്ന ഒരു പാർട്ടിയാണിത്. കേരളത്തിൽ നിങ്ങളുടെ പാർട്ടിയുടെ ഒരു സ്ഥിതി എന്താണ്? ഇവിടെ ഈ സംഘടനാ തെരഞ്ഞെടുപ്പ് എന്ന പേരിൽ നടക്കുന്നത് പാർട്ടിയെ അവതരിപ്പിക്കുന്ന ഔദ്യോഗിക പാനൽ. ആ പാർട്ടി എന്ന് പറഞ്ഞാൽ എന്താ? പിണറായി വിജയൻ അപ്പുറത്തൊരു പാർട്ടിയില്ല. അദ്ദേഹത്തിന് മാത്രമാണ് എല്ലാത്തിനും ഇളവുള്ളത്. അല്ലെ, അദ്ദേഹം പറയുന്ന ആളുകൾ മാത്രമാണ് കമ്മിറ്റി വരുന്നത്. കേരളം മുഴുവൻ ബ്രാഞ്ച് തലം വരെ അദ്ദേഹത്തിൻ്റെതായ ഒരു നെറ്റ്വർക്കുണ്ട്. അത് സംസ്ഥാന സെക്രട്ടേറിയറ്റിലുണ്ട്, കേന്ദ്ര കമ്മിറ്റിയിലുണ്ട്, ജില്ലാ കമ്മിറ്റിയിലും ജില്ലാ സെക്രട്ടേറിയറ്റിലുമുണ്ട്, ഏരിയ കമ്മിറ്റിയിലുണ്ട്, ലോക്കൽ കമ്മിറ്റിയും ബ്രാഞ്ച് കമ്മിറ്റിയുമുണ്ട്. ആ ഔദ്യോഗിക പാനൽ അംഗീകരിക്കുക, അല്ലെങ്കിൽ പാനലിനെതിരെ ശബ്ദിക്കുന്നവർ പാർട്ടിയുടെ സംഘടന അല്ലെങ്കിൽ കേന്ദ്രീകൃത ജനാധിപത്യത്തിന് വിരുദ്ധമാണ്. താങ്കൾ എന്തിനാണ് ഇടയ്ക്ക് കയറുന്നത്? ഈ ജനാധിപത്യ വിരുദ്ധത അവസാനിപ്പിക്കുക. ആദ്യം താങ്കൾ പറഞ്ഞപ്പോൾ അങ്ങേയറ്റം എന്താ പറഞ്ഞത്, വ്യക്തിപരമായ രീതിയിൽ പോലും താങ്കൾ പരാമർശിക്കുമ്പോൾ ഞങ്ങളെല്ലാം നിശബ്ദം പാലിക്കുന്നതിൻ്റെ കാരണം എന്താ? ഈ ഒരു ജനാധിപത്യ ബോധം ഞങ്ങൾക്കുള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് ആ സഹിഷ്ണുത ആദ്യം പഠിക്കുക, ശീലിക്കുക. അപ്പോൾ അതുകൊണ്ട് ആദ്യം പറഞ്ഞു വെക്കാൻ എനിക്ക് പറയാനുള്ളൊരു പോയിന്റ് ഇതാണ്. നിങ്ങളുടെ പാർട്ടിയുടെ ജനാധിപത്യം എന്ന് പറഞ്ഞാൽ നേതൃത്വത്തിൽ ഇരിക്കുന്നവർ പറയുന്ന അതേപടി അനുസരിക്കുന്ന ജനാധിപത്യമാണ്. നിങ്ങൾ എന്നോട് സംഘടനാ തെരഞ്ഞെടുപ്പിൻ്റെ കാര്യം ചോദിച്ചു. ഞാൻ സംസ്ഥാന യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ആയിരുന്നതിന് ശേഷം ഞാനും ശ്രീ PC വിഷ്ണുനാഥും തമ്മിൽ തിരഞ്ഞെടുപ്പ് നടന്ന് വിഷ്ണുനാഥ് പ്രസിഡന്റ് ആവുകയും ഞാൻ വൈസ് പ്രസിഡന്റ് ആവുകയും ചെയ്ത ഒരാളാണ്. ഞങ്ങളുടെ പ്രസ്ഥാനത്തിൽ യൂത്ത് കോൺഗ്രസിലും KSUവിലും ഇന്നും ഭാരവാഹികളെ തെരഞ്ഞെടുപ്പിലൂടെയാണ്. കോൺഗ്രസ് പാർട്ടിയിലേക്ക് വരുമ്പോൾ അതൊരു കുറച്ചുകൂടെ വിശാലമായൊരു തലമാണ്. ഞങ്ങളെ സംബന്ധിച്ച് വലിയൊരു പാർട്ടി ആയതുകൊണ്ട് തന്നെ സംഘടനാ തെരഞ്ഞെടുപ്പ് രണ്ട് രീതിയിലാകാം. ഒന്ന്, മത്സരമായി നടക്കാം. 91 നടന്ന സംഘടനാ തെരഞ്ഞെടുപ്പ് അങ്ങനെയായിരുന്നു. അടുത്ത തെരഞ്ഞെടുപ്പ് അങ്ങനെയല്ല, കൺസെൻസസ് ആകാം. ഞങ്ങളിപ്പോൾ പാർട്ടി നടന്നുകൊണ്ടിരിക്കുന്ന തെരഞ്ഞെടുപ്പ് അങ്ങനെയാണ്. ഒരു കൺസെൻസസ് ഇല്ലെങ്കിൽ സ്വാഭാവികമായി വിയോജിപ്പ് ഉണ്ടാവില്ലേ? ആളുകൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നില്ലേ? ഞങ്ങളുടെ പാർട്ടിയുടെ ഓരോ ഘട്ടത്തിലും നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ആ കൺസെൻസസിലൂടെയാണ് ഞങ്ങൾ പാർട്ടി കമ്മിറ്റിയുടെ അധികാരത്തിലെത്തുന്നത്. KPC അംഗങ്ങൾ ചേർന്നാണ് പ്രസിഡന്റ് തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളുടെ പാർട്ടിയുടെ സംഘടനാ ശൈലിയെ നിങ്ങളുമായി താരതമ്യം ചെയ്ത് പാർട്ടിയുടെ നേതൃത്വം പറയുന്ന അതേപടി അനുസരിക്കുന്ന നിങ്ങളുടേതാണ് ജനാധിപത്യം എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് ശ്രീയരൻ. അത് ലോകത്താകമാനുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ സ്വഭാവം അതാണ്. അപ്പോൾ എനിക്ക് അതിനെക്കുറിച്ച് അഭിപ്രായ വ്യത്യാസമില്ല. നിങ്ങൾക്ക് അങ്ങനെ ആകാം. അതുകൊണ്ട് മറ്റ് പാർട്ടികളുടെ ശൈലിയെ കുറ്റപ്പെടുത്താൻ അവകാശമുണ്ട് എന്ന് പറയുന്നത് തെറ്റാണ്. ഒന്നാമത്തെ കാര്യം. രണ്ട്, ഞാനത് ശ്രീ ആസാദ് പറഞ്ഞ കാര്യങ്ങളും ശ്രീ അരുൺ പറഞ്ഞ കാര്യങ്ങളും തമ്മിൽ സമന്വയിപ്പിച്ച് പറയാൻ ആഗ്രഹിക്കുകയാണ്. ആസാദ് സാറ് പറഞ്ഞ അദ്ദേഹം ഒരു കാൽപ്പനികമായ ഒരു രീതിയിലാണ് അദ്ദേഹം ഈ പാർട്ടി കോൺഗ്രസിനെ കണ്ടത്. പക്ഷേ യാഥാർത്ഥ്യം എന്താണ്? കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുമ്പോൾ അരുൺ നേരത്തെ കുറച്ച് തെരഞ്ഞെടുപ്പ് പരാജയങ്ങളുടെ കാര്യം പറഞ്ഞു. ഞങ്ങൾ അവിടെ കോൺഗ്രസ് പരാജയപ്പെട്ടു, ബീഹാറിൽ പരാജയപ്പെട്ടു, UP ശരിയാണ്. ഞങ്ങൾക്ക് സ്വാതന്ത്ര്യ സമര കാലഘട്ടങ്ങളുടെ കണക്കിലെടുത്താൽ 125 വർഷം പാരമ്പര്യം ഒരു പാർട്ടിയാണ്. പോസ്റ്റ് ഇൻഡിപെൻഡൻസ് കാലഘട്ടം കണക്കിലെടുത്തു കഴിഞ്ഞാൽ 50 മുതൽ തെരഞ്ഞെടുപ്പിൽ ഇന്ന് 72 വർഷക്കാലമായി ഇന്ത്യയിലെ ഒരു മുഖ്യ രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. സ്വാഭാവികമായും പലതരത്തിലുള്ള ശോഷണം ഉണ്ടാകും. ഇപ്പോൾ ആദ്യ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ പ്രതിപക്ഷ സ്ഥാനത്തിരുന്ന AK ഗോപാലനായിരുന്നു, AKG ആയിരുന്നു. ആന്ധ്രയിൽ നിങ്ങൾ പ്രധാനപ്പെട്ട പാർട്ടിയായിരുന്നു, ബംഗാളിൽ പ്രധാനപ്പെട്ട പാർട്ടിയായിരുന്നു, ത്രിപുരയിൽ പ്രധാനപ്പെട്ട പാർട്ടിയായിരുന്നു, ബീഹാറിൽ പ്രധാനപ്പെട്ട ഒരു പാർട്ടിയായിരുന്നു. ഇന്ത്യയിൽ എവിടെ നിന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടോ? ഞങ്ങൾ ഇലക്ട്രൽ പരാജയങ്ങൾ ഉണ്ടാകുമ്പോഴും ഞങ്ങളുടെ രാഷ്ട്രീയ സാന്നിധ്യങ്ങൾ മിക്കവാറും എല്ലാ സംസ്ഥാനങ്ങളിലും ഇപ്പോഴും ശക്തമാണ്. ഞങ്ങൾ അങ്ങനെ ശോഷിച്ചു പോയത് ചില സംസ്ഥാനങ്ങളിൽ മാത്രമാണ്. ഇപ്പോൾ ആന്ധ്ര പോലുള്ള സ്ഥലത്ത് ഒരു പിളർപ്പുണ്ടായപ്പോൾ, YS രാജശേഖര റെഡ്ഡി ഉണ്ടായപ്പോൾ ഞങ്ങൾക്ക് ശോഷണമുണ്ടായി. പശ്ചിമ ബംഗാളിൽ TMC കടന്നു വന്നപ്പോൾ ഞങ്ങൾ ശോഷണമുണ്ടായി. ബാക്കി ഞങ്ങൾ പരാജയപ്പെടുന്നത് പോലും മുഖ്യ പ്രതിപക്ഷ പ്രസ്ഥാനമാണ്. 34 വർഷക്കാലം തുടർച്ചയായിട്ട് ഭരിച്ച ബംഗാൾ ഒരു പ്രതിപക്ഷം പോയിട്ട് ഒരു മത്സരിക്കാൻ പോലും ആളില്ലാതിരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രകൃതി. തിരഞ്ഞെടുപ്പ് പരാജയങ്ങളാണ് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ പ്രത്യയശാസ്ത്രമെന്നും അതാണ് അതിൻ്റെ നിലനിൽപ്പെന്നും പറയുന്നത്. എനിക്ക് തോന്നുന്നത് രാഷ്ട്രീയ അജ്ഞതയാണെന്ന് ഞാൻ കരുതുന്നില്ല.
ചിലപ്പോൾ ഒരു ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ ഈ മുട്ടാത്തർക്കം പറയുന്നതായിരിക്കും. പ്രിയപ്പെട്ട ശ്രീ അരുൺ, ഒരു യുവാവായ ഡിവൈഎഫ്ഐക്കാരനായ ഒരു ചെറുപ്പക്കാരൻ എന്ന നിലയിൽ നിങ്ങൾ രാഷ്ട്രീയത്തെ ഇങ്ങനെയല്ല വിലയിരുത്തേണ്ടത്. ഇലക്ട്രൽ വിക്ടറിക്കപ്പുറത്ത് ആ ഒരു പ്രസ്ഥാനത്തിൻ്റെ നിലനിൽപ്പിനെ കണക്കിലെടുക്കേണ്ടത് അതിൻ്റെ സാന്നിധ്യവും ജനപിന്തുണയും എല്ലാം കണക്കിലെടുത്താണ്. അപ്പോൾ തിരഞ്ഞെടുപ്പ് പരാജയങ്ങളുണ്ടാവും, മാറി വരും, പിന്നീട് തിരിച്ചു വരും, അതൊക്കെ സ്വാഭാവികമാണ്. നിങ്ങൾ ബംഗാളിൽ ഞങ്ങളുടെ ഒരു ആശംസ കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ ശക്തമായി തിരികെ വരട്ടെ. നിങ്ങൾ ബംഗാളിൽ തീർന്നു പോകരുതെന്ന് ഞങ്ങൾ കരുതുന്നു, ത്രിപുരയിൽ തീർന്നു പോകരുതെന്ന് കരുതുന്നു. യാഥാർത്ഥ്യം അതാണെങ്കിലും നിങ്ങളുടെ ആ പ്രത്യയശാസ്ത്ര പ്രസക്തി തിരിച്ചുണ്ടാവട്ടെ എന്ന് കരുതുകയാണ്. ആസാദ് സാറ് പറഞ്ഞൊരു കാര്യം നേരത്തെ പറഞ്ഞ അടിസ്ഥാനത്തിൽ ശരിയാണെങ്കിലും സംഭവിക്കുന്നത് എന്താണ്? കണ്ണൂരിൽ പാർട്ടി കോൺഗ്രസ് നടക്കുന്നു. പിണറായി വിജയൻ ഇഷ്ടമുള്ളൊരു സ്ഥലത്ത് ഭരിക്കുന്ന ഒരു സ്ഥലത്ത് നടക്കുന്ന പാർട്ടി കോൺഗ്രസ്. ഇവിടെ നിന്ന് അദ്ദേഹം പ്രാഗിക്കൊണ്ട് പറയുകയാണ്, മുഖ്യമന്ത്രി പ്രാഗിക്കൊണ്ട് പറയുക, സിൽവർ ലൈനെ എതിർക്കുന്ന യുവമാരൊക്കെ അങ്ങ് പണ്ടാരമടിഞ്ഞ് മുടിഞ്ഞു പോട്ടെ എന്ന രീതിയിലാണ് പറയുന്നത്. കോൺഗ്രസ് ഇല്ലാതെയാകും, ശോഷിച്ചു പോകും. നിങ്ങളിവിടെ പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു പദ്ധതിയെ ആശയപരമായി എതിർക്കുന്നൊരു രാഷ്ട്രീയ പ്രസ്ഥാനം തീർന്നു പോകട്ടെ എന്ന് ഇന്ത്യയുടെ മുഴുവൻ സാഹചര്യം കണക്കിലെടുക്കുന്ന ഒരാൾ, ഒരു ഫാസിസ്റ്റ് ഭരണകൂടം രാജ്യത്ത് നിലനിൽക്കുമ്പോൾ അതിനെ പരാജയപ്പെടുത്തണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു മുന്നണിയുടെ ഭാഗമാകേണ്ട ഒരാൾ പറയുകയാണ്, പ്രായിക്കൊണ്ട് പറയുക കോൺഗ്രസ് തീർന്നു പോണേ. നിങ്ങൾ തന്നെ പറയുന്ന നവലിബറൽ നയങ്ങളുടെ ഭാഗമാണ്. ഇതൊന്നുകൂടെ പൂർത്തീകരിച്ചോട്ടെ. പറഞ്ഞോളൂ ലിജു, പെട്ടെന്ന്. അതായത് ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ പോയി മണിയടിച്ചതിൻ്റെ തുടർച്ചയായി, അല്ലെങ്കിൽ കിഫ്ബിയുടെ തുടർച്ചയായി ജപ്പാനിൽ നിന്നും അവർ പറയുന്ന റെയിൽവേ ട്രാക്കിൽ, അതായത് സ്റ്റാൻഡേർഡ് ഗേജിൽ അവർ പറയുന്ന യന്ത്രം കൊണ്ടുവന്ന് അവരുടെ കണ്ടീഷൻസ് അനുസരിച്ച് ഇവിടെ കേരളയിൽ പണിയുമെന്ന് പറയുന്നവർ വീണ്ടും നവലിബറൽ നയങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസിൻ്റേത്. അതെല്ലാം പിന്തുടരുന്ന ഇവരാണ്. അപ്പോൾ അതുകൊണ്ട് ബഹുമാനിയായ ശ്രീ ആസാദ്, എനിക്ക് പറയാനുള്ളത് നമുക്ക് ഈ സമ്മേളനത്തിൽ വലിയ പ്രതീക്ഷ വേണ്ട. കാരണം അത്തരത്തിലുള്ള ശബ്ദങ്ങൾ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളെ പ്രതിദാനം ചെയ്യുന്ന ഗ്രാമങ്ങളിലുള്ള തൊഴിലാളികളെ പ്രതിദാനം ചെയ്യുന്ന ആളുകളൊന്നും ഇന്ന് ഈ പാർട്ടിയിലില്ല. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ വലിയ തിരിച്ചടികൾ അവിടെ ഉള്ളത് പിണറായി വിജയൻ പറയുന്നത് കേൾക്കാൻ റാൻ മാത്രം മൂളാൻ വിധിക്കപ്പെട്ടിരിക്കുന്ന തൊമ്മിമാരുടെ പാർട്ടിയാണ്. പിണറായി വിജയൻ എന്ന ഭാസ്കര പട്ടേലർ പറയുന്ന കേൾക്കുന്ന തൊമ്മിമാരുടെ പാർട്ടിയെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ വലിയ തിരിച്ചടികൾ നേരിട്ടിട്ടുണ്ടെങ്കിലും രാജ്യത്തെ പ്രധാനപ്പെട്ട ദേശീയ പ്രക്ഷോഭങ്ങൾക്കൊരു ഇടത് സ്വഭാവമുണ്ട്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ മുന്നോട്ട് വെച്ച ഇപ്പോൾ ഈ ദേശീയ പണിമുടക്ക് നടന്നല്ലോ, അത് സംയുക്ത സമരമായിരുന്നല്ലോ. ആ ഒരു പണിമുടക്കിനപ്പുറം BJPക്കെതിരെ വലിയ പ്രക്ഷോഭങ്ങൾ ഇവിടെ കേരളത്തിലുണ്ടായിട്ടുണ്ടോ? കണ്ടതായി ഓർക്കുന്നില്ല അടുത്തൊന്നും. അപ്പോൾ സമരങ്ങൾ നിങ്ങൾ പൂർണ്ണമായും വേണ്ടെന്ന് വെച്ചോ എന്നുള്ള ചോദ്യം. ഞാനതിലേക്ക് വരാം. ഇപ്പോൾ ഏറ്റവും സജീവമായിട്ടുള്ള ചർച്ചാ വിഷയമായി മാറിയിരിക്കുന്നത് CPMന്റെ പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കാൻ എന്ന് പറയുന്നത് പ്രതിനിധി സമ്മേളനത്തിലൊന്നും അല്ലല്ലോ. ഒരു സെമിനാർ എന്ന് പറഞ്ഞാൽ ആശയപ്രകാശനത്തിലുള്ള ഏറ്റവും വലിയ വേദിയാണ്. മതനിരപേക്ഷത, ഈ രാജ്യത്തിന്റെ മതനിരപേക്ഷത സംരക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഈ ഫെഡറൽ രീതിയെ അട്ടിമറിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദേശീയ പ്രാധാന്യമുള്ള സെമിനാറാണ് 2 സെമിനാർ. ഈ 2 സെമിനാറിലും കോൺഗ്രസിന്റെ അഭിപ്രായം അറിയണം എന്നുള്ളത് ഈ രാജ്യം ആഗ്രഹിക്കുന്ന കാര്യമാണ്. CPMന്റെ പ്രതിനിധി സമ്മേളനത്തിൽ പങ്കെടുക്കാനല്ല കോൺഗ്രസ് നേതാക്കന്മാരോട് പറഞ്ഞത്, മറിച്ച് എല്ലാവരും ശ്രദ്ധിക്കുന്ന സെമിനാറിൽ ഈ രാജ്യത്തിന്റെ മതനിരപേക്ഷ കാഴ്ചപ്പാട് അട്ടിമറിക്കപ്പെടുമ്പോൾ എന്താണ് കോൺഗ്രസിന്റെ അഭിപ്രായം? ഞാൻ പറയാം. കെ സുധാകരൻ പറഞ്ഞ വാചകം കൂടി ഒന്ന് പറഞ്ഞോട്ടെ. 80 കോൺഗ്രസുകാരുടെ ചോര വീണ മണ്ണിൽ നടക്കുന്ന സമ്മേളനത്തിൽ ഒറ്റ കോൺഗ്രസുകാരും പങ്കെടുക്കില്ല. ഇതാണ് സുധാകരൻ പറഞ്ഞത്. ആയിക്കോട്ടെ, ഞാൻ അതിലേക്ക് വരാം. അതായത് ഇപ്പോ ഫെഡറൽ സമ്പ്രദായം അട്ടിമറിക്കുന്നതിനുമായി നിരവധി ഉദാഹരണങ്ങളുണ്ട്. സ്റ്റേറ്റ് ലിസ്റ്റ് എന്നൊരു ലിസ്റ്റ് ഇപ്പൊ BJP അംഗീകരിക്കുന്നില്ല. കൺകറന്റ് ലിസ്റ്റിൽ പെടുന്നത് മുഴുവൻ അവർ യൂണിയൻ ലിസ്റ്റിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതായത് തങ്ങൾക്ക് മൃഗീയ ഭൂരിപക്ഷമുണ്ട് എന്നതുകൊണ്ട് ഭരണഘടനയെ തന്നെ അട്ടിമറിക്കുന്നു, ഭരണഘടനയെ അംഗീകരിക്കുന്നില്ലെന്ന് പരസ്യമായി പ്രഖ്യാപിക്കുന്ന സാഹചര്യം നാം കണ്ടുകൊണ്ടിരിക്കുക. പാർലമെന്റിലെല്ലാം സാഹചര്യങ്ങൾ ഏകപക്ഷീയമായി മാറുന്നു. ആ സമയത്ത് 6 പതിറ്റാണ്ട് രാജ്യം ഭരിച്ച കോൺഗ്രസിന്റെ ഒരു അഭിപ്രായം ഈ വിഷയത്തിൽ അവരേതായാലും പാർലമെന്റിൽ ചർച്ചയിൽ പങ്കെടുത്ത് പറയുന്നില്ല, പ്രത്യക്ഷമായി ഒരു സമരവും നടത്തുന്നില്ല. അതുകൊണ്ട് CPMന്റെ അഖിലേന്ത്യാ സമ്മേളനം പാർട്ടി കോൺഗ്രസിനോടനുബന്ധിച്ച് നടക്കുന്ന സെമിനാറിൽ കോൺഗ്രസിന്റെ അഭിപ്രായം പറയാൻ ഒരു വേദി ഒരുക്കുമ്പോൾ ഇത് തമിഴ്നാട് മുഖ്യമന്ത്രി വരെ വന്ന് ഈ വിഷയത്തിൽ അഭിപ്രായം പറയാൻ പോവുക. ആ ഒരു അവസരത്തിൽ ഞങ്ങൾ വരില്ല, പങ്കെടുക്കില്ല എന്ന് പറയുന്നതിൽ എന്താണ് കാര്യം? അവർ പറഞ്ഞില്ല, അവർ അഭിപ്രായം പറയില്ല എന്നതിന്റെ അർത്ഥം ഫാസിസത്തിനെതിരെ തുറന്ന അഭിപ്രായം പറയാൻ, തുറന്ന പോരാട്ടം നടത്താൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് ഒരിക്കൽ കൂടി ഊട്ടി ഉറപ്പിക്കുന്നതാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്.
പിന്നെ ഇവിടെ പറഞ്ഞല്ലോ രാജ്യത്ത് പ്രക്ഷോഭങ്ങൾ. ഈ തമിഴ്നാട്ടിൽ ജാതി മതിലിനെതിരെ ഇപ്പോൾ ഉജ്ജ്വലമായ പോരാട്ടം നടത്തി ധീര രക്തസാക്ഷിത്വം വഹിക്കുന്നതും ആ സമരം ഇപ്പോഴും അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും സാമൂഹ്യ ജീർണതയ്ക്കെതിരെ സമരം നയിക്കുന്ന CPM ആ. തൊട്ടടുത്ത് കർണാടകത്തിലേക്ക് നോക്കുക, അവിടെ മഠസ്ഥാനം എന്ന് പറയുന്ന അന്ധവിശ്വാസമുണ്ട്. സവർണൻ ഇപ്പോഴും ഭക്ഷിച്ചു തള്ളുന്ന ഭക്ഷണത്തിന്റെ ഉച്ചിഷ്ടത്തിൽ കിടന്ന് ഉരുളേണ്ടി വരുന്ന താഴ്ന്ന ജാതിക്കാരുണ്ട്. അവിടെ എത്ര ഉജ്ജ്വലമായ പോരാട്ടമാണ് BJP ഭരിക്കുന്ന കർണാടകത്തിൽ CPM നടത്തുന്നതറിയോ? ബീഹാറിൽ ഇപ്പോഴും ഭൂമാഫിയ വേട്ടയാടി കൊല്ലുന്നത് CPMന്റെ ബ്രാഞ്ച് സെക്രട്ടറിമാരെയാ. അതുപോലെ സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായിട്ട് അതിക്രമം നടക്കുമ്പോൾ അവിടെ ഓടിയെത്തുന്നത് വൃന്ദ കരാട്ടും സുഭാഷിണി അലി അടക്കമുള്ള CPMന്റെ നേതാക്കന്മാരാ. അരുണാചൽ പ്രദേശിലടക്കം CPM നടത്തുന്ന പോരാട്ടങ്ങളുടെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ നമുക്കറിയാം. കാശ്മീരിലടക്കം യൂസഫ് തരിഗാമിയെക്കുട്ടുള്ള MLA-മാരടക്കം നടത്തുന്ന വിഘടനവാദത്തിനും ഭീകരവാദത്തിനും എതിരെ നടത്തുന്ന സന്ധിയില്ലാത്ത പോരാട്ടം. ഞാൻ സൂചിപ്പിച്ചത് പാർലമെന്ററി സ്ഥാനം വരുമ്പോൾ ഞങ്ങൾക്ക് എണ്ണം കുറവുണ്ട്. പക്ഷേ ഈ രാജ്യത്ത് കാണുന്ന ലോങ് മാർച്ച് ലോകത്തിന്റെ സമര ചരിത്രത്തിൽ ഇടം പിടിച്ചില്ലേ? മുംബൈയിൽ ഈ സമരങ്ങൾ കാണുമ്പോൾ മുഖം തിരിക്കുന്ന ആളുകൾ വെള്ളവും ബിസ്ക്കറ്റുമായി ദേശീയപാതയുടെ 2 സ്ഥലത്തും വന്ന് കാത്തുനിന്നു. ഏത് സമരത്തിൽ ചെരുപ്പിടാതെ വിണ്ടുകീറിയ കാലുമായി മുദ്രാവാക്യം വിളിച്ച് രാത്രിയും പകലെന്ന വ്യത്യാസമില്ലാതെ ചുവന്ന കൊടി പിടിച്ച് കടന്നു വരുന്നവർക്ക് വെള്ളം കൊടുക്കാൻ വേണ്ടി ലോങ് മാർച്ച് നമുക്ക് മറക്കാൻ കഴിയുമോ? അപ്പോൾ ഇത്തരത്തിലുള്ള ഉജ്ജ്വലമായ പ്രക്ഷോഭങ്ങളെല്ലാം നയിക്കുന്നത് CPMന്റെ നേതൃത്വത്തിൽ തന്നെയാണ്, ഇടതുപക്ഷത്തിന്റെ നേതൃത്വത്തിൽ തന്നെയാണ്. ഇപ്പോൾ 2 ദിവസത്തെ ദേശീയ പണിമുടക്ക് നടന്നു. ആ പ്രക്ഷോഭങ്ങൾ ശക്തമായത് കോൺഗ്രസ് ഭരിക്കുന്ന 2 സംസ്ഥാനങ്ങളിലൊന്നും അല്ല. ഒന്ന് ആലോചിച്ച് നോക്ക്. ഖാദി തൊഴിലാളികൾ, അംഗൻവാടി തൊഴിലാളികൾ, ആശാ വർക്കേഴ്സ്, ഏറ്റവും പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹത്തെ മുഴുവൻ സമരരംഗത്തേക്ക് ഇറക്കിയത് CPM ആണ്. അതുകൊണ്ട് സമരങ്ങൾ മുന്നോട്ട് പോകും. ഇപ്പൊ ബംഗാളിലെ കാര്യം പറയുമ്പോൾ അവിടെ കോൺഗ്രസിന് ഒരുപാട് സീറ്റുള്ളതാണ് ലിജു പറയുന്നത്. അവിടെ നിങ്ങൾക്കും പൂജ്യമാണ്. ഞങ്ങൾ ഭരണത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾ ആയിരുന്നു ബംഗാൾ ഭരിച്ചുകൊണ്ടിരുന്നത്. ഞങ്ങൾക്ക് കുറവുകൾ വന്നിട്ടുണ്ട്. ആ കുറവുകൾ നികത്താൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും രാഷ്ട്രീയപരമായിട്ടുള്ള പോരാട്ടങ്ങൾക്ക് രൂപം കൊടുക്കാനാണ് പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായി ഞങ്ങൾ ഒത്തുകൂടുന്നത്. നിങ്ങൾക്ക് ഇങ്ങനെ ഒന്ന് ഒത്തുകൂടാൻ പറ്റുമോ? ഇപ്പൊ KSUവിലെ യൂത്ത് കോൺഗ്രസിലെ പറഞ്ഞു, കോൺഗ്രസിൽ എന്ന് പാർട്ടി അംഗങ്ങൾക്ക്, കോൺഗ്രസ് അംഗങ്ങൾക്ക് വോട്ട് ചെയ്യാനും തങ്ങളെ നയിക്കേണ്ടവർ ഇന്നവരാണെന്ന് തെരഞ്ഞെടുക്കാനും തെരഞ്ഞെടുക്കപ്പെടാനുമുള്ള ഒരു അവസരം ഒരു സമീപകാല ഭാവിയിലെങ്കിലും കോൺഗ്രസിന് സ്വപ്നം കാണാൻ കഴിയുമോ? ഒരിക്കലും ഇല്ലല്ലോ. ഇപ്പോഴും ഇന്ന് സോണിയാഗാന്ധി പറഞ്ഞിട്ടുണ്ടല്ലോ, ഞങ്ങൾക്ക് വലിയ തെറ്റുകൾ പറ്റിയിട്ടുണ്ട്, വലിയ കുറവുകളുണ്ട്, ഈ പ്രതിസന്ധി തരണം ചെയ്യണമെങ്കിൽ വലിയ ബുദ്ധിമുട്ടെന്ന്. ഗുലാം നബി ആസാദും കപിൽ സിബലും അടക്കം 23 നേതാക്കന്മാർ മുന്നോട്ട് വെച്ച ഒരു വർഷമായി ഉന്നയിക്കുന്ന കാര്യങ്ങൾ ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് ചർച്ച ചെയ്യാൻ പോലും വേദി ഒരുക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് കോൺഗ്രസ് നിങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കണം. പോരാട്ടം നടത്താൻ കഴിയില്ല. കാരണം 1990 നിങ്ങൾ തുടങ്ങിയ നയങ്ങൾ തന്നെയാണ് ഇപ്പോൾ BJP നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒറ്റ കാര്യം പറയൂ. ചോദിച്ചോളൂ. ഇപ്പോ 2 ദിവസം മുമ്പ് ഡൽഹി കേന്ദ്രീകരിച്ച് പെട്രോൾ വില വർധനയ്ക്കെതിരെ കോൺഗ്രസ് സമരം നടത്തി. എന്താണ് കോൺഗ്രസ് ധാർമ്മിക ഉത്തരവാദിത്വം? ഞാൻ പറയട്ടെ, ഞാൻ അതിലേക്ക് വന്നെ. കോൺഗ്രസിന് എന്താണ് പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്കെതിരെ 2 ദിവസം വില വർധനവിനെതിരെ സമരം നടത്തി? അവർക്ക് എങ്ങനെ അതിന് ധാർമ്മികമായി സമരം നടത്താൻ കഴിയും? ഈ പെട്രോളിന്റെ വില വർധനവ് എണ്ണ കമ്പനികൾക്ക് തന്നെ നിശ്ചയിക്കാം എന്ന അനുവാദം കൊടുത്തത് കോൺഗ്രസ് അല്ലേ? അന്ന് അതിനെതിരെ സമരം നടത്തിയ BJP 2014 ഒക്ടോബർ മാസത്തിൽ ഡീസലിന്റെ വില നിയന്ത്രണവും എണ്ണ കമ്പനികളെ ഏൽപ്പിച്ചു. അപ്പൊ ഇവ രണ്ടും തൂവൽ പക്ഷികളാണ്. പൊതുമേഖലാ സ്ഥാപനങ്ങളെ വിൽക്കാൻ ഏറ്റവും ആദ്യം തീരുമാനിച്ചത് കോൺഗ്രസ് അല്ലേ? വിറ്റ് തുടങ്ങിയത് കോൺഗ്രസ് അല്ലേ? അതിനുവേണ്ടി ഒരു വകുപ്പ് തന്നെ നിശ്ചയിച്ച കോൺഗ്രസ് അല്ലേ? ഇപ്പോഴെല്ലാം 65 ലക്ഷം കോടി രൂപയ്ക്ക് നമ്മുടെ റോഡുകൾ വിൽക്കുന്നു, ഹൈവേകൾ വിൽക്കുന്നു, അതുപോലെ ജലപാതകൾ വിൽക്കുന്നു, തുറമുഖം നിൽക്കുന്നു, വിമാനത്താവളം നിൽക്കുന്നു. ഇതെല്ലാം ഡൂയിങ് ബിസിനസ് ഈസ് നോട്ട് എ ഡ്യൂട്ടി ഓഫ് ദി ഗവൺമെന്റ് എന്ന് പ്രഖ്യാപിച്ച് എല്ലാം വിൽക്കുകയാണ്. അന്ന് കോൺഗ്രസ് തുടങ്ങിയ നയമാണ് BJP ഏറ്റവും ശക്തിയായി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഒരിക്കലും ഇപ്പോഴത്തെ BJPയുടെ നയങ്ങൾക്കെതിരെ കോൺഗ്രസിന് തുടർച്ചയായിട്ട് അഭിപ്രായം പറയാനോ തുറന്നു പറയാനോ പറ്റില്ല. അതുകൊണ്ട് ഞങ്ങൾ ഒരിക്കലും സമരത്തിൽ പിന്നിലല്ല. ഈ നാട്ടിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട ജനങ്ങൾ അനാചാരായാലും സാമൂഹ്യ ജീർണതയായാലും ആ സമരം ശക്തിപ്പെടുത്തിയാൽ ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഒറ്റ കാര്യം, നിങ്ങൾ സമരങ്ങളിൽ പങ്കെടുത്തില്ല എന്നൊന്നും പറയുന്നില്ല. പക്ഷെ നിങ്ങൾ ഏറ്റെടുത്ത പല സോണിയാഗാന്ധി അത് പറഞ്ഞിരുന്നാലും കോൺഗ്രസിന്റെ ലീഡർഷിപ്പ് അത് മനസ്സിലാക്കുന്നില്ലല്ലോ. ശരി, നിങ്ങൾ ഏറ്റെടുത്ത പല പ്രക്ഷോഭങ്ങളും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടില്ല. അതായത് തുടർച്ചയായ തെരഞ്ഞെടുപ്പുകൾ കാരണം പല പ്രക്ഷോഭ പരിപാടികളും, നേരത്തെ പ്ലാൻ ചെയ്ത പല പ്രക്ഷോഭ പരിപാടികളും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞത് ജനറൽ സെക്രട്ടറിയാണ്. അപ്പോൾ നിങ്ങൾ സമരരംഗത്ത് തുടർച്ചയായിട്ട് ഉണ്ടായിട്ടില്ല, തെരഞ്ഞെടുപ്പുകളിലേക്ക് പോവുകയായിരുന്നു, ആ തിരക്കിലായിരുന്നു. അത് പറഞ്ഞിട്ടുള്ള ജനറൽ സെക്രട്ടറിയാണ്. അതുകൊണ്ടാണ് ചോദ്യം വരുന്നത്. സമരങ്ങൾ 2 രൂപത്തിലാണ്. ഒന്ന് ദീർഘകാല ലക്ഷ്യത്തോടെയുള്ള സമരം, ഒന്ന് ഹ്രസ്വകാല സമരത്തിലൂടെ നാം നേടിയിരുന്ന ലക്ഷ്യം. അതായത് രാവിലെ തൊട്ട് ധർണ നടത്തി ഉച്ചയാവുമ്പോൾ അതിന്റെ മുദ്രാവാക്യം നേടിയെടുത്തു പോകുന്ന രീതി. ഇത് ഇവിടെ ഒരു പോളിസിക്കെതിരായിട്ടുള്ള സമരമാണ്.
ആഗോളവൽക്കരണ നയങ്ങൾക്കെതിരെ, നവ ഉദാരവൽക്കരണ നയങ്ങൾക്കെതിരെ, ഈ രാജ്യത്തെ വിറ്റുനുലയ്ക്കുന്ന നയങ്ങൾക്കെതിരായിട്ടുള്ള സമരം ഒറ്റ ദിവസം കൊണ്ട് വിജയിപ്പിക്കാൻ പറ്റിയ സമരമല്ല. തുടർ ഇടപെടൽ നടത്തണം. ഓരോ വർഷവും പണിമുടക്കുകളടക്കം പ്രക്ഷോഭങ്ങളടക്കം വലിയ ഒരു വർഷത്തിലധികം കർഷകർ നടത്തിയ സമരം തോറ്റുപോയി എന്നാണോ പറയുന്നത്? 750 കർഷകരുടെ ജീവൻ ബലിയർപ്പിച്ചുകൊണ്ടല്ലേ ഉജ്ജ്വലമായ പോരാട്ടം നടന്നത്. ദേശീയ തലത്തിൽ സമരം നടത്തുന്നില്ല എന്നൊന്നും പറയുന്നില്ല. ഇല്ല, സമരങ്ങൾ നേരത്തെ ഉദ്ദേശിച്ച രീതിയിൽ നടന്നില്ല എന്ന് പറഞ്ഞത് ഇല്ല. ദേശീയ തലത്തിൽ നിങ്ങൾ പ്ലാൻ ചെയ്ത സമരങ്ങൾ നടന്നില്ല എന്ന് പറഞ്ഞ ജനറൽ സെക്രട്ടറിയാണ്. തർക്കം വേണ്ടെന്നേ. ഞാൻ ഒറ്റ കാര്യമേ ഉദ്ദേശിച്ചുള്ളൂ. കേരളത്തിൽ BJP വിരുദ്ധമായ എത്രത്തോളം ശക്തമായ മുദ്രാവാക്യങ്ങൾ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. കേരളത്തിൽ അങ്ങനെയുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകുന്നില്ല. അതാണ് നിങ്ങൾക്കെതിരെയുള്ള വിമർശനവും. ഇവിടെ കോൺഗ്രസ് മുക്ത കേരളമാക്കുകയാണ്, അതിൽ നിങ്ങൾ BJP-യുമായി കൈകോർക്കുന്നു. ഇതാണ് കോൺഗ്രസ് പറയുന്ന വിമർശനം. ഇതിനാണ് നിങ്ങളുടെ മറുപടി വേണ്ടത്. ഒരിക്കലും BJP ഏത് തരത്തിലും കേരളത്തിൽ നടത്തിയ ഇടപെടലുകൾ തെറ്റായ രീതിയിൽ പോയപ്പോൾ ശക്തമായിട്ടുള്ള പോരാട്ടം നടത്തിയിട്ടുണ്ട്. ഇപ്പൊ കേരളയിലുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമരം നടത്തുന്നത് BJP-യും കോൺഗ്രസും ജമാഅത്തെ ഇസ്ലാമിയും പോപ്പുലർ ഫ്രണ്ടും NDF-ഉം സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഒരേ വേദിയിൽ നിന്ന് ഒരുമിച്ച് സമരം തുടങ്ങി. അവർ ഒരുമിച്ചാണ് കല്ല് പറക്കാൻ പോകുന്നത്. അവർ രണ്ട് സൈഡിലും ഒരുമിച്ച് പിടിച്ചുകൊണ്ടാണ് കല്ല് കൊണ്ടുപോയി വെള്ളത്തിലിടുന്നത്. അതിനെതിരെ ശക്തമായി ഈ ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തപ്പെട്ടവർ പ്രതികരിക്കുമ്പോൾ BJP-ക്കും കോൺഗ്രസിനും എതിരായിട്ട് തന്നെയല്ലേ പ്രതികരിക്കുന്നത്. ഇവിടെ സമൂഹത്തെ വിഘടിപ്പിക്കുവാൻ BJP നടത്തിയ എല്ലാ ശ്രമങ്ങളിലും ശക്തമായി തന്നെ പ്രതികരിച്ചിട്ടുണ്ട്. ഒരു സമരത്തിന്റെ കാര്യത്തിലും ഒരു കുറവും വന്നിട്ടില്ല. പിന്നെ BJP ആകെ ഉണ്ടായിരുന്ന ഒരു സീറ്റ് നഷ്ടപ്പെട്ട് രാഷ്ട്രീയത്തിൽ വലിയ നിയമസഭയിൽ പങ്കാളിത്തമില്ലാതെ അവർ ശുഷ്കിച്ചു പോയി. പക്ഷെ അവർ ഉയർത്തിപ്പിടിച്ച തെറ്റായ നയങ്ങൾക്കെതിരെ, അതുപോലെ ഫാസിസ്റ്റ് നയങ്ങൾക്കെതിരെ, സമൂഹത്തെ വിള്ളലുണ്ടാക്കുന്ന നയങ്ങൾക്കെതിരെ അതിശക്തമായി തന്നെ CPM പ്രതികരിച്ചിട്ടുണ്ട്. ഇതിനിടയിൽ തന്നെ എത്രയോ CPM പ്രവർത്തകരാണ് BJP-ക്കാരാൽ കൊല്ലപ്പെടുന്ന സാഹചര്യം ഉണ്ടായത്, ക്രൂരമായ ആക്രമണങ്ങൾ ഏറ്റുവാങ്ങുന്ന സാഹചര്യം ഉണ്ടായത്. അതുകൊണ്ട് സമരത്തിന്റെ കാര്യത്തിൽ ഒരു കുറവും വന്നിട്ടില്ല. പോരാട്ടം ശക്തിപ്പെടുത്തും. ഞങ്ങൾക്ക് പിന്നെ 3 വർഷം കൂടുമ്പോൾ ഒത്തുകൂടാനും ഞങ്ങൾ നടത്തിയ പ്രവർത്തനങ്ങൾ പരിശോധിക്കാനും കുറവുകൾ കണ്ടെത്താനും കൂടുതൽ നേട്ടങ്ങൾ ആവർത്തിക്കാൻ പാകത്തുള്ള തീരുമാനമെടുക്കാനുള്ള വേദിയുണ്ട്. കോൺഗ്രസിന് അത്തരത്തിലൊരു വേദിയില്ല, BJP-ക്ക് അത്തരത്തിലൊരു വേദിയില്ല, മറ്റൊരു പ്രസ്ഥാനത്തിനും ഇത്രയും ജനാധിപത്യപരമായിട്ടുള്ള ഒരു വേദിയില്ല. അതുകൊണ്ട് ഇവർക്ക് സ്വാഭാവികമായും എതിർപ്പുണ്ടാകും, കുശുമ്പുണ്ടാവും. പക്ഷേ ഞങ്ങളുടെ മുഖ്യ ശത്രുവിനെ തിരിച്ചറിഞ്ഞ് ആ ശത്രുവിനെതിരെ സംഘടിക്കേണ്ടവരെ മുഴുവൻ കൂട്ടിയോജിപ്പിച്ച് സംവാദങ്ങളും ചർച്ചകളും ഉയർത്തിക്കൊണ്ടുവന്ന് ഈ രാജ്യത്തിന്റെ മതനിരപേക്ഷത കാത്തുസൂക്ഷിക്കാൻ, ഭരണഘടനയും ജനാധിപത്യത്തെയും കാത്തുസൂക്ഷിക്കാൻ ഞങ്ങൾ മുന്നോട്ട് പോകും. സംഘടനാ റിപ്പോർട്ടിലെ വിവരങ്ങൾ ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട്. അതിൽ ഒരു ശക്തമായ സ്വയം വിമർശനമുണ്ട്. ആ വിമർശനങ്ങളെ എങ്ങനെ വിലയിരുത്തുന്നു? ലിജുവിനും അതിനെ വിലയിരുത്തേണ്ടി വരും. ഡോക്ടർ ആസാദിനും തിരിച്ചെത്താം. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്താം. ഡോക്ടർ ആസാദ്, ഈ സംഘടനാ റിപ്പോർട്ടിലെ, പാർട്ടി കോൺഗ്രസിലെ സംഘടനാ റിപ്പോർട്ടിലെ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെയും നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെയും വിശകലനങ്ങളുണ്ട്. അതിനെ എങ്ങനെയൊക്കെ വിമർശിക്കുന്നു എന്നുള്ളതും കാണാം. പക്ഷേ പോളിറ്റ് ബ്യൂറോ, കേന്ദ്ര കമ്മിറ്റി എന്നിവയുടെ പ്രവർത്തനത്തിലും വിമർശനമുണ്ട്. പാർട്ടി സെന്ററിന് RSS-നെ കുറിച്ച് കുറിപ്പ് തയ്യാറാക്കാനായില്ല എന്നൊരു വിമർശനം, പ്രാദേശിക സമരങ്ങൾ ഏറ്റെടുക്കുന്നതിൽ പരാജയം എന്നുള്ള വിമർശനം. അതിനൊരു കാരണമായി പറയുന്നത് പിന്തിരിപ്പൻ ചിന്താഗതി, അതായത് സമുദായങ്ങളെ പിണക്കാതിരിക്കാൻ സമരങ്ങൾ ഏറ്റെടുക്കാതിരുന്നു. ഇതാണ് ഒരു പ്രധാനപ്പെട്ട വിമർശനം. അതിനെങ്ങനെ കാണുന്നു? അത് നമുക്ക് ആ സംഘടനാ റിപ്പോർട്ട് സത്യത്തിൽ ഇപ്പോഴും നമ്മൾ ചർച്ച ചെയ്യുന്നതിന്റെ ഒരു തെറ്റാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം അതിനൊരു മര്യാദയുണ്ട്. അത് അവരവതരിപ്പിച്ച് അംഗീകരിച്ചതിന് ശേഷം പുറത്ത് കൊടുക്കുന്നതാണ്. സാധാരണ CPM-ന്റെ സംഘടനാ റിപ്പോർട്ട് പുറത്ത് എല്ലാവർക്കുമായി പരസ്യമായി കോൺഗ്രസിന് ശേഷം കൊടുക്കുന്നതാണ്. എന്നാലും ഞാൻ പറയാം, പിന്നെ ഇതൊരു സ്വയം വിമർശനമാണ്. പോളിറ്റ് ബ്യൂറോ അംഗങ്ങളെ കേന്ദ്ര കമ്മിറ്റി വിശകലനം ചെയ്യുന്നു. കേന്ദ്ര കമ്മിറ്റി വിശകലനം ചെയ്യുമ്പോൾ അഖിലേന്ത്യാ തലത്തിൽ എല്ലായിടത്തും പ്രാദേശിക സമരങ്ങൾ നടന്നില്ല എന്നൊന്നുമല്ല അർത്ഥം. ചില പ്രദേശങ്ങളിലത്തെ കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് അത് പറയുന്നുണ്ടാവുക. അതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് ലഭ്യമല്ല. അതുകൊണ്ട് അതിൽ ഊന്നിയല്ല. തിരിച്ച് ഞാൻ മറ്റൊരു കാര്യം, ഇതുവരെയുള്ള ചർച്ചയിൽ ചില കാര്യം കൂടി പറയാനുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത്, കോൺഗ്രസ് വളരെ മോശമാണ്, നിർജീവമാണ്, നശിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് CPM-ഉം CPM നശിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് കോൺഗ്രസും ഇങ്ങനെ വലിയ തോതിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആരെ സഹായിക്കാനാണ്? വാസ്തവത്തിൽ ഇത് രണ്ടും, ഈ ഒരു ജനാധിപത്യ പ്രസ്ഥാനവും പുരോഗമന ഇടതുപക്ഷ പ്രസ്ഥാനവും ഇന്നത്തെ ഇന്ത്യയിൽ അനിവാര്യമാണ്. ഈ രണ്ടും കൂട്ടരും തമ്മിലുള്ള ആശയപരമായ വിയോജിപ്പും ആശയസമരങ്ങളും ശക്തമായി നടക്കുകയും വേണം. സമരങ്ങളും നടക്കുമ്പോൾ തന്നെ അതിന്റെ അസ്തിത്വത്തെ, അതിന്റെ പ്രാഥമികമായ അസ്തിത്വത്തെ അംഗീകരിക്കാൻ നമുക്ക് കഴിയണം. ഈ പ്രസ്ഥാനങ്ങളൊക്കെ തകരുന്നത്, ബംഗാളിൽ തകർന്നു പോകുന്നതാണെങ്കിലും CPM തകരുന്നതാണെങ്കിലും മറ്റിടങ്ങളിൽ കോൺഗ്രസ് തകരുന്നതാണെങ്കിലും രണ്ട് തരത്തിലാണ്. ഒന്ന്, വലിയ തോതിലുള്ള മുതലാളിത്ത ആശയങ്ങളും ഫാഷിസ്റ്റ് ആശയങ്ങളും കടന്നുവരവും അവരുടെ സാമ്പത്തികം ഉൾപ്പെടെയുള്ള എല്ലാ തരത്തിലുമുള്ള അധിനിവേശങ്ങളും അക്രാമകമാണ് പുതിയ കാലത്ത്.
അതിന്റെ ഭാഗമായി വരുന്ന നേരിടാൻ കഴിയാതെ വീണു പോകുന്നതാണ്. അത് ഇനിയും ശക്തിപ്പെടുകയും ചെയ്യാം. അതിനെതിരെ യോജിച്ച് നിന്ന് പൊരുതാൻ അഖിലേന്ത്യാ തലത്തിൽ CPM-നും കോൺഗ്രസിനും ഒക്കെ കഴിയണം. കേരളത്തിന്റെ പരിമിതി ഇവിടെ രണ്ട് തുല്യ ശക്തികളാണ്. തെരഞ്ഞെടുപ്പിൽ തുടർഭരണം CPM-ന് കിട്ടുമ്പോഴും വോട്ടുകളുടെ എണ്ണത്തിൽ UDF അത്ര പിറകിലല്ല. നമ്മളത് അംഗീകരിക്കണം. അപ്പൊ പൊതുവിൽ അത് ശക്തിയായി തന്നെ കേരളത്തിൽ UDF തുടരുകയാണ്. ഇപ്പം CPM-ഉം അല്ലെങ്കിൽ അരുൺകുമാറൊക്കെ പറയുന്നതിന്റെ ഒരു പ്രധാന പ്രശ്നം, ഇപ്പോൾ സമരം നടക്കുന്നു, കേരളയിൽ സമരം, അതിൽ ജമാഅത്തെ ഇസ്ലാമിയും BJP-യും കോൺഗ്രസും ലീഗും ഒക്കെ ഒന്നിച്ചാണ് എന്ന് പറയുമ്പോൾ എനിക്ക് അത്ഭുതം തോന്നുന്നുണ്ട്. കാരണം മൻമോഹൻ സിംഗ് ഭരിക്കുന്ന സമയത്താണ് നോയിഡ ദേശീയപാതക്കെതിരായ സമരം നടക്കുന്നത്. ആ സമരത്തിൽ ആരൊക്കെ ഉണ്ടായിരുന്നത്? ഇവിടെ പിന്നെ ആറന്മുളയിലെ സമരത്തിൽ ആരൊക്കെ ഉണ്ടായിരുന്നു? അവിടെയൊക്കെ BJP ഉൾപ്പെടെയുള്ള മറ്റ് BJP, ജമാഅത്തെ ഇസ്ലാമി പറയുന്ന എല്ലാവരും CPM ഉണ്ടായിരുന്നു. എന്റെ തൊട്ടപ്പുറത്താണ് കാക്കഞ്ചേരിയിൽ സമരം നടന്നത്, പിന്നെ സ്വർണ്ണ ഇതിനെതിരായിട്ടില്ല. അതിനെതിരെ BJP-യുടെയും CPM-ന്റെയും കോൺഗ്രസിന്റെയും ഒക്കെ കൊടികൾ ഒന്നിച്ച് കെട്ടിയിട്ടാണ് സമരം ചെയ്തത്. ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം വരെ അത് അവിടെ ഉണ്ട്. അതിനർത്ഥം ഇവരൊക്കെ പാടെ ഒന്നിച്ച് അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണെന്നാണോ? ജനകീയ സമരങ്ങളിൽ പോയി കൊടി വെക്കുകയും ഒന്നിച്ചു നിൽക്കുകയും ചെയ്യുമെന്ന് ആറന്മുള സമരത്തിന്റെ ഭാഗമായി MA ബേബി തന്നെയല്ലേ ഉറക്കെ പറഞ്ഞത്? അത്തരം ജനകീയ സമരങ്ങളെ നമ്മൾ കാണുന്നത് ആ സമരം തീരുന്നതോടുകൂടി ആ പ്രശ്നങ്ങൾ തീരും. അത് പലതരത്തിലുള്ള രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുമ്പോഴും അടിത്തട്ടിലെ ജനസമൂഹങ്ങള് പല പാർട്ടികൾക്കും അതിന് വിട്ടുനിൽക്കാൻ കഴിയാത്ത വിധം അവർ ബന്ധിതരായി തീരാണ്. പക്ഷെ അതിനർത്ഥം എന്താ? നവലിബറൽ നയത്തിന് BJP എതിരാണെന്നാണോ? ഒരു പ്രശ്നം വരട്ടെ, BJP-യും ഈ നയത്തിന്റെ കൂടെ നിൽക്കുക, കേരളയിൽ വേണമെന്ന നയത്തിന്റെ കൂടെ മാറും എന്ന കാര്യത്തിൽ ആർക്കും സംശയമുണ്ടോ? ഇവിടെ നേരത്തെ പറഞ്ഞത് വളരെ വാസ്തവമാണ്. പിന്നെ 91-ല് നരസിംഹറാവു ഗവൺമെന്റിന്റെ കാലത്ത് മൻമോഹൻ സിംഗ് ധനമന്ത്രി ആയിരുന്നപ്പോൾ തന്നെയാണ് പുത്തൻ സാമ്പത്തിക നയങ്ങൾ കൊണ്ടുവരികയും നെഹ്റുവിയൻ നയങ്ങൾ സാമ്പത്തിക നയം തകർക്കുകയും ചെയ്തത്. പുതിയ ഇട്ടു. 2001-ൽ AB വാജ്പേയി പ്രധാനമന്ത്രി ആയിരിക്കുമ്പോഴാണ് ആദ്യമായിട്ട് വിറ്റഴിക്കാൻ മന്ത്രി അരുൺ സൂര്യയെ വെച്ചത്. നമുക്കറിയാതെ അതിനുശേഷം നോക്കൂ, അനുഭവത്തിൽ നിന്ന് പാഠം പഠിച്ചു. ഈ പിറകോട്ട് പോകുന്നത് കോൺഗ്രസ്സുകാരും പഠിക്കുന്നുണ്ട്, CPM പഠിക്കുന്നുണ്ട്, എല്ലാവരും പഠിക്കുന്നുണ്ട് പാഠം. ആ പാഠത്തിനനുസരിച്ച് നമുക്ക് വളരാൻ പറ്റണം. സ്വകാര്യവൽക്കരണം അധികാരത്തിൽ വന്ന പാർട്ടികളൊക്കെ ചെയ്തു. കേരളത്തിലെ ദേശീയപാത ആരാണ് സ്വകാര്യവൽക്കരിക്കാൻ കൂട്ടുന്നത്? അത് സ്വകാര്യവൽക്കരിക്കാതെ 30 മീറ്ററിൽ ആ പാത കൊണ്ടുപോകാൻ പറ്റും എന്നിവിടെ പറഞ്ഞതാണല്ലോ ഗവൺമെന്റ്. എന്നിട്ടും ആ ഗവൺമെന്റിലെ നയങ്ങളെ അട്ടിമറിച്ചിട്ട് അത് ഒരുപക്ഷെ രാജ്യത്ത് തന്നെ ഏറ്റവും വലിയ സ്വകാര്യവൽക്കരണങ്ങളിൽ ഒന്നാണ് ദേശീയപാത സ്വകാര്യവൽക്കരണം. ഞാൻ പറയുന്നത്, എപ്പോഴാണോ അധികാരത്തിലെത്തുമ്പോൾ നവലിബറൽ നയങ്ങൾ തന്നെ ഇടതുപക്ഷം നടപ്പാക്കുന്നു. കേരളയിൽ തന്നെ വലിയ ഉദാഹരണമല്ലേ? എവിടെ ഭൂമിക്ക് വേണ്ടിയുള്ള ഭൂസമരം എവിടെ പോയി? അവിടെ ഭൂസമരത്തിന് നേതൃത്വം കൊടുക്കാൻ കഴിയാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? പകരം ഇതുപോലുള്ള കോർപ്പറേറ്റ് വികസനത്തിലേക്ക് പോകുന്നത് എന്തുകൊണ്ടാണ്? അതായത് അധികാരമില്ലാത്തിടത്തൊക്കെ അടിസ്ഥാന മുദ്രാവാക്യങ്ങളിലൂന്നി ജനങ്ങളുടെ വിമോചനത്തിന് വേണ്ടി സമരം ചെയ്യുന്നു. എന്നാൽ മറ്റിടങ്ങളിൽ CPM ഭരണമുള്ളിടത്ത് ഇങ്ങനെ ചെയ്യുന്നു. അങ്ങനെ ചെയ്തുകൊണ്ടാണല്ലോ ബംഗാളിൽ ഭരണം പോയത്. ആ അനുഭവത്തിൽ നിന്ന് എന്തെങ്കിലും പാഠം പഠിച്ചോ? പിന്നെ കോൺഗ്രസിൽ ഗുലാം നബി ആസാദിനെ പോലുള്ള ഒരു 23 നേതാക്കന്മാർ വിട്ടുനിൽക്കുന്നു എന്ന് പറഞ്ഞാൽ CPM-ൽ ഉണ്ടായിരുന്നു. സുന്ദരയെ പോലെയുള്ളവർ അഭിപ്രായ വ്യത്യാസം പറഞ്ഞില്ലേ? കത്ത് കൊടുത്തില്ലേ? നൃപൻ ചക്രവർത്തി കത്ത് കൊടുത്തില്ലേ പാർട്ടിക്ക്? ഈ ഭരണം എങ്ങോട്ടാ പോകുന്നത്? ഇങ്ങനെ പോയാൽ എങ്ങോട്ട് പോകും പാർട്ടി എന്ന് പറഞ്ഞില്ലേ? എല്ലാ പാർട്ടിയിലും അതിന്റെ പ്രോസസിന്റെ ഭാഗമായി വിമർശനങ്ങൾ ഉണ്ടാവാറുണ്ട്. ചിലത് പരസ്യമായി ചിലത് രഹസ്യമായി ഉണ്ടാവും. പക്ഷെ അതിൽ നിന്നൊക്കെ ഒരു പാർട്ടി ചർച്ച ചെയ്ത് ജനാധിപത്യപരമായ ശക്തിയായി തീരണോ? അത് ലിജു, ഒരു പാഠം പഠിച്ചു നിങ്ങളും എന്നതിന്റെ ഉദാഹരണമാണോ ഇപ്പോൾ കേരളത്തിന്റെ കാര്യത്തിൽ? ജനറൽ സെക്രട്ടറിക്ക് കത്തയച്ചിരിക്കുകയാണ് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ VD സതീശൻ. മാത്രമല്ല, പലപ്പോഴും അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങളിൽ അദ്ദേഹം പറയുന്നത് ഇടത് നിലപാടിൽ നിന്ന് മാറി വലത് വ്യതിയാനം സംഭവിക്കുന്നു CPM-ന് എന്നുള്ളതാണ്. അത് പറയുന്നത് കോൺഗ്രസിന്റെ നേതാവാണ്. അപ്പോൾ അതിലൊരു കൗതുകം കൂടിയുണ്ട്. അപ്പോൾ നിങ്ങൾ ചില പാഠങ്ങൾ നിങ്ങളുടെ തെറ്റുകളിൽ നിന്ന് പഠിച്ചു എന്നാണോ മനസ്സിലാക്കേണ്ടത്? അപ്പോൾ യെച്ചൂരിയിൽ നിങ്ങൾക്ക് വിശ്വാസം, യെച്ചൂരിയിൽ നിങ്ങൾക്ക് പ്രതീക്ഷ, അതാണോ ആ കത്തിന്റെ അടിസ്ഥാനം? അല്ല, വലത് വ്യതിയാനം എന്ന് കോൺഗ്രസ് പറയുമ്പോൾ ഞങ്ങൾക്കത് പറയാൻ അവകാശമുള്ളതുകൊണ്ട്. കാരണം കോൺഗ്രസ് ഒരു വലതുപക്ഷ പാർട്ടി അല്ല. യഥാർത്ഥത്തിൽ ഇടതുപക്ഷം എന്ന് നമ്മൾ പറയുമ്പോൾ അത് ഈ CPM രൂപീകരിച്ചിരിക്കുന്ന ലെഫ്റ്റ് ഡെമോക്രാറ്റിക് ഫ്രണ്ട് എന്ന അർത്ഥത്തിലല്ല കാണേണ്ടത്. അതിൻ്റെ ഒരു അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ തന്നെ മനുഷ്യപക്ഷത്ത് നിൽക്കുക എന്നുള്ളതാണ്. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇടത് പാർട്ടി യഥാർത്ഥത്തിൽ കോൺഗ്രസ് ആണ്. ലോകത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട. കാരണം എന്താ? കോൺഗ്രസ് ആണ് യഥാർത്ഥത്തിൽ ജനകീയ നയങ്ങളെ എന്നും മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത്, ജനപക്ഷത്തു നിന്നുള്ളൊരു പാർട്ടി. ആ അടിസ്ഥാനത്തിലാണ് വലതുപക്ഷ വ്യതിയാനം ലോകത്താകമാനം നടക്കുന്നതും BJP ഇന്ത്യയിൽ റെപ്രസെന്റ് ചെയ്യുന്നതുമായ ഒരു തലത്തിലേക്ക് CPM മാറുന്നു എന്നതിനെക്കുറിച്ച് VD സതീശൻ കത്തെഴുതിയത്. പക്ഷേ ഞാൻ സംസാരിക്കട്ടെ. അതോടൊപ്പം തന്നെ ഈ അരുണൊക്കെ സംസാരിക്കുന്ന യഥാർത്ഥത്തിൽ എത്രമാത്രം ഞാൻ ആലോചിക്കാതെ ഞാൻ അദ്ദേഹത്തിൻ്റെ 2-3 വാദഗതികൾ ശ്രദ്ധിച്ചു. ഒന്ന്, അദ്ദേഹം ആദ്യം പറഞ്ഞു വിറ്റഴിക്കൽ വകുപ്പ് തുടങ്ങി വെച്ചത് ശ്രീ ആസാദ് അത് പറയുകയും ചെയ്തു.
അടൽ ബിഹാരി വാജ്പേയിയുടെ കാലഘട്ടത്തിലാണ് ഇന്ത്യയിൽ യഥാർത്ഥത്തിൽ ഓഹരി വിറ്റഴിക്കാൻ ഒരു വകുപ്പ് തന്നെ തുടങ്ങി വെച്ചത്. രണ്ടാമത്തെ കാര്യം, പെട്രോളിയം വിലനിർണ്ണയ അവകാശം ഇന്ത്യയിലെ പൊതുമേഖല എണ്ണ കമ്പനികൾക്ക് കൊടുത്തതാണോ അരുണേ നമ്മുടെ നാട്ടിൽ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വിലവർദ്ധനവ് കാരണമായത്? കോൺഗ്രസിന്റെ കാലഘട്ടത്തിലുണ്ടായിരുന്ന സെൻട്രൽ എക്സൈസ് ഡ്യൂട്ടി പെട്രോളിന്റെ 200% 10 രൂപയായിരുന്നു 34 രൂപയാക്കി. അല്ല ഞാൻ പറയട്ടെ സ്മൃതി, ഞാൻ 100% ശരിയാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ഞാൻ 100% ശരിയാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. കാരണം എന്താണെന്നറിയോ സ്മൃതി, നിങ്ങൾ അതിന്റെ എക്കണോമിക്സ് അറിയാൻ അല്ലെങ്കിൽ അറിയാൻ പറ്റും അതിന്റെ ആ ഒരു ക്ലീഷയിൽ കുടുങ്ങിപ്പോകുന്നതുകൊണ്ടാണ്. യഥാർത്ഥത്തിൽ വിലനിർണ്ണയ അധികാരം കൊടുത്തു വെച്ചാണെങ്കിൽ ഇന്ന് നമുക്ക് പെട്രോളിൻ്റെ വില 48 രൂപയ്ക്ക് നമുക്ക് ലഭിക്കും. കാരണം 2014 വിലനിർണ്ണയ അധികാരം ഗവൺമെൻറ് ഇറങ്ങിപ്പോകുന്ന സമയത്ത് പെട്രോൾ നികുതി കോൺഗ്രസ് ഏൽപ്പിച്ചത് 10 രൂപ 38 പൈസയാണ്. ഇന്നത് 34 രൂപയാണ്. 4 രൂപ 58 പൈസയായിരുന്നു ഡീസലിൻ്റെ നികുതി. ഇന്നത് 34 രൂപയാണ്. കോൺഗ്രസ് കൊടുത്ത വിലനിർണ്ണയ അധികാര പ്രകാരമാണെന്നുണ്ടെങ്കിൽ ഇന്ന് പെട്രോളിയം കമ്പനികളുടെ ക്രൂഡ് ഓയിൽ പെട്രോളിൻ്റെ പ്രൈസ് 43 രൂപയും ഡീലറിന് കൊടുക്കുന്ന 4 രൂപയും പിന്നെ പെട്രോളിൻ്റെ നികുതിയായ 11 രൂപയുടെ കൂട്ടിയാൽ 57 രൂപയ്ക്ക് ഇന്ന് പെട്രോൾ ലഭിക്കും. ഡീസലാണ് എന്നുണ്ടെങ്കിൽ 3 രൂപ 44 + 3 + 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 51 രൂപയ്ക്ക് ഇന്ന് ഡീസൽ ലഭിക്കും. എന്ന് പറഞ്ഞാൽ ഇവരീ പറയുന്ന പെട്രോളിയം കമ്പനികൾ എന്ന് പറയുന്നത് സ്വകാര്യ കമ്പനികളല്ല, അത് ഇന്ത്യയുടെ പൊതുമേഖലാ സ്ഥാപനങ്ങളാണ്. ആഗോളതലത്തിൽ ഈ കമ്പനികൾ നഷ്ടമില്ലാതെ പിടിച്ചു നിൽക്കുന്നതിന് വേണ്ടി വിലനിർണ്ണയ അധികാരം നൽകുന്ന അന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാമ്പത്തിക നീക്കമാണ്. അതുകൊണ്ടല്ല വില വർദ്ധിച്ചിരിക്കുന്നത്. അതൊക്കെ ഇവരെയൊക്കെ പറഞ്ഞു പഠിപ്പിച്ചിരിക്കുന്നു. ഡീപ്പായി കാര്യങ്ങൾ പഠിക്കാതെ CPM-ന്റെ ക്ലാസ്സുകളിൽ കൊടുക്കുന്ന കാര്യങ്ങൾ വെറുതെ പറയുകയാണ്. ഇന്ന് വില കൂടിയതിന്റെ കാരണം അതാണോ? സ്മൃതി പറ. സ്മൃതി ഒരു അവതാരികയല്ലേ, പ്രധാനപ്പെട്ട കാര്യങ്ങൾ പഠിക്കുന്ന ഒരാളല്ലേ. 34 രൂപ പെട്രോളിന് നികുതിയും 35 രൂപ ഡീസലിന് നികുതി ഉയർപ്പിച്ചിരിക്കുന്നതല്ലേ വിലനിർണ്ണയം വർദ്ധിക്കാൻ കാരണം. അതല്ലാതെ പെട്രോളിയം കമ്പനികളുടെ വിലനിർണ്ണയ അധികാരം കൊടുത്താണോ? അവർ നിർണയിച്ച വിലയ്ക്കപ്പുറത്ത് കേന്ദ്രത്തിന്റെ നികുതിയും സംസ്ഥാനങ്ങളുടെ 24% വാറ്റ് കൂടെ ചേരുമ്പോഴാണ് ഇന്നത്തെ വില എത്തുന്നത്. അത് മറച്ചു വെച്ചുകൊണ്ട് വിലനിർണ്ണയ അധികാരത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നതാണ് അർത്ഥം. 1.5 ലക്ഷം കോടി രൂപയാണ്. അല്ല ഒരു കാര്യം കൂടി 1.5 ലക്ഷം കോടി രൂപ. അല്ല ഞാൻ പൂർത്തീകരിക്കട്ടെ സ്മൃതി. നമ്മൾ ഒരു കാര്യം കൂടി അത് പോട്ടെ, അത് നമുക്ക് മറ്റൊരു ദിവസം അതിന്റെ ചർച്ചയിലേക്ക് പോകാം. കാരണം അതൊരു കാര്യം. പിന്നെ രണ്ടാമത്തെ പ്രശ്നം, ഇവിടെ ഞങ്ങൾക്ക് പറയാനുള്ളത് CPM വിശാലർത്ഥത്തിൽ ചിന്തിക്കണം. പിണറായി വിജയന്റെ കാഴ്ചപ്പാടിൽ മാത്രം ചിന്തിക്കേണ്ട ഒരു പാർട്ടിയല്ല CPM. അല്ലെങ്കിൽ പിണറായി വിജയൻ ലോൺ എടുക്കാൻ തീരുമാനിച്ചിരിക്കുന്ന കേരളയെ എതിർക്കുന്നവരെല്ലാം രാജ്യദ്രോഹികളാണ്, അവരെല്ലാം നശിച്ചു പോകേണ്ടവരാണ് എന്ന രീതിയിൽ ചിന്തിക്കുന്ന പിണറായിയുടെ രാഷ്ട്രീയമല്ല CPM പ്രതിദാനം ചെയ്യേണ്ടത്. വിശാല മതനിരപേക്ഷ രാഷ്ട്രീയമാണ്, ഇന്ത്യയുടെ താല്പര്യമാണ്. അതുകൊണ്ട് പാർട്ടി കോൺഗ്രസ് കഴിയുമ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നത് പിണറായി വിജയനും കേരള CPM-ഉം പ്രതിദാനം ചെയ്യുന്ന ഏറ്റവും പ്രതിലോമകരമായ കേരള രാഷ്ട്രീയത്തിനപ്പുറത്ത് ഇന്ത്യയുടെ വിശാല താല്പര്യത്തെ പ്രതിദാനം ചെയ്യുന്ന മതേതര ജനാധിപത്യ ബദൽ CPM-നുള്ളിൽ ഈ കണ്ണൂരിന്റെ മണ്ണിൽ പിണറായിയിൽ പാർട്ടി രൂപപ്പെട്ടെടുത്തുകൊണ്ട് ഉയർന്നു വരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്, പ്രത്യാശിക്കുകയാണ്. ശരി അരുൺ, ഇപ്പോൾ ഈ ബംഗാളിലെയും ത്രിപുരയിലെയും തെറ്റ് ആവർത്തിക്കാതിരിക്കാൻ കേരളത്തിൽ പാർട്ടി ജാഗ്രത പാലിക്കുമെന്നാണ് കോടിയേരി ഞങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിൽ തന്നെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? ഇപ്പോൾ ഈ പറഞ്ഞ പാർട്ടി രേഖ പുറത്തു വന്ന രേഖയിലും പറയുന്നുണ്ട് പശ്ചിമബംഗാളിലെ ധ്രുവീകരണം കാരണം കുറെ കേഡർമാർ BJP-യിലേക്ക് പോയി, അങ്ങനെ ഒരു സ്വയം വിമർശനം കൂടി നടത്തുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യം ഒഴിവാക്കാൻ നിങ്ങൾ എന്താണ്, കേരളത്തിൽ നിങ്ങളുടെ ജാഗ്രത എങ്ങനെയാണ്? കേരളത്തിൽ കടുത്ത ജാഗ്രതയോടുകൂടി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. കാരണം നമ്മൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് 5 ഇൻവെസ്റ്റിഗേഷൻ ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് വലിയ നുണപ്രചരണം നടന്നപ്പോഴും വളരെ ജാഗ്രതയോടുകൂടി ജനങ്ങൾക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ ജനങ്ങളിൽ എത്തിക്കാൻ നല്ല ഇടപെടൽ നടത്താൻ നമുക്ക് കഴിഞ്ഞു. അതിനുശേഷം ഭരണ തുടർച്ച വരുമ്പോഴും ഒരിക്കലും അഹങ്കാരത്തിനോ അതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള പ്രൗഢിനോ വഴി നിൽക്കാതെ ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് ജനങ്ങൾക്കിടയിൽ ഇറങ്ങിക്കൊണ്ട് തന്നെ അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കണം എന്ന് തന്നെയാണ് പാർട്ടി നേതൃത്വം പ്രഖ്യാപിച്ചത്. അതിന്റെ ഭാഗമായി പാർട്ടി സമ്മേളനങ്ങളുടെ ഭാഗമായിട്ടും അനുബന്ധ സമര പ്രക്ഷോഭങ്ങളുടെ കാര്യത്തിലുമെല്ലാം ഞങ്ങൾ നടത്തുന്ന ജാഗ്രത കൃത്യമായി ഈ നാടിന് അറിയാവുന്നതാണ്. പിന്നെ ശ്രീ ലിജു പറഞ്ഞു സമ്മേളനങ്ങളിലൊക്കെ വലിയ അച്ചടക്കമില്ലായ്മ, അതുപോലെ തന്നെ സഖാവ് പിണറായി വിജയൻ പറയുന്നത് പോലെ കേട്ട് തന്നെ പോകുന്നു, ഒരു തരത്തിലും ജനാധിപത്യമില്ലാന്ന്. ശ്രീ ലിജുവിന് ഈ പാർട്ടിയെ പറ്റി ഒരു ചുക്കും അറിയില്ല, കുറച്ചെങ്കിലും ഒന്ന് പഠിക്കാൻ തയ്യാറാകുക. ഇത്രയധികം ജനാധിപത്യപരമായി തങ്ങളെ തെരഞ്ഞെടുക്കാനും അല്ലെങ്കിൽ തെരഞ്ഞെടുക്കപ്പെടാനും തങ്ങളെ നയിക്കേണ്ടത് ആരെന്ന് തന്നെ തീരുമാനിക്കാൻ പാകത്തിന്
പാർട്ടി അംഗങ്ങൾക്ക് മുഴുവൻ വോട്ടവകാശം കൊടുത്തുകൊണ്ട് സംഘടനാ സമ്മേളനം ഏറ്റവും താഴെ തട്ട് മുതൽ നടത്തുകയാണ്. ഇപ്പൊ ഈ പാർട്ടി കോൺഗ്രസിൽ അവതരിപ്പിക്കുന്ന രാഷ്ട്രീയ പ്രമേയം അത് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചുകൊണ്ട് ഈ പാർട്ടിയുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ആളുകൾക്ക് വരെ അഭിപ്രായം പറയാം. ഇത് നിങ്ങളുടെ ഇന്ന നയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾക്ക് അഭിപ്രായമുണ്ടെന്ന് മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനത്തിലുള്ളവർക്ക് വരെ രേഖപ്പെടുത്താൻ അവസരം കൊടുക്കുന്നു. ഇത്തരത്തിൽ ജനാധിപത്യം കാത്തു സൂക്ഷിക്കുന്ന ഏതു പാർട്ടിയാണ് കേരളത്തിലുള്ളത്? അതുകൊണ്ട് ഞങ്ങൾ ജനങ്ങൾക്കിടയിൽ തന്നെ പ്രവർത്തിക്കും, അവരെ സംഘടിപ്പിക്കും, അവരുടെ എല്ലാ വിഷയങ്ങളിലും ഞങ്ങൾ ഇടപെടും. ഇവിടെ ചോദിച്ചല്ലോ, ഈ കേരളയിൽ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ തരത്തിൽ മാറ്റം വന്നിരിക്കുന്നു. പശ്ചാത്തല സൗകര്യങ്ങളിൽ മാറ്റം വരാതെ നിക്ഷേപങ്ങൾ നമ്മുടെ നാട്ടിലേക്ക് വരില്ല. തൊഴിലില്ലായ്മയ്ക്ക് ശാശ്വതമായിട്ടുള്ള പരിഹാരം കാണാൻ കഴിയണം. ഒരു ഗോഡ്സ് ഓൺ കൺട്രി എന്നറിയപ്പെടുന്ന കേരളത്തിന്റെ ടൂറിസം രംഗത്ത് വലിയ മാറ്റം വരണം. ഇവിടെ വലിയ തരത്തിൽ നിക്ഷേപ സൗഹൃദ യജ്ഞങ്ങൾ നടത്തുമ്പോഴും അവസാനം പ്രഖ്യാപിക്കപ്പെടുന്ന നിക്ഷേപങ്ങൾ ഇവിടെ വരാതെ പോകുന്നത് റോഡ്, റെയിൽവേ, ഊർജം എന്നീ 3 മേഖലകളിലുമുള്ള അപര്യാപ്തത കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള പദ്ധതികൾ കൊണ്ട് പശ്ചാത്തല സൗകര്യങ്ങളിലൂടെ വലിയ വലിയ വികസനങ്ങളെ ഇങ്ങോട്ട് ആകർഷിക്കാൻ കഴിയും. അതിനുവേണ്ടി ഒരാളെയും കുടിയൊഴിപ്പിക്കുകയല്ല, ഭൂമി നഷ്ടപ്പെടുന്നവർക്ക് അന്തസ്സായിട്ടുള്ള നഷ്ടപരിഹാരം കൊടുത്ത് ഭൂമി കൊടുത്ത് അവർക്ക് കാണാവുന്ന ദൂരത്ത് തന്നെ പുനരധിവസിപ്പിക്കും. അതിനുവേണ്ടി വിവിധ പാക്കേജുകൾ കൊടുക്കും. അത് ഈ നാട്ടിൽ പൊതുപണം ഉപയോഗിച്ചുകൊണ്ട് വികസന പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ നടക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ പരാതികളുള്ളവരെ, പരിഭവമുള്ളവരെ, സംശയമുള്ളവരെ, ഈ പ്രോജക്റ്റിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാത്തവരെ ഞങ്ങൾ നേരിട്ട് പോയി കണ്ട് അവരെ കാര്യങ്ങൾ മനസ്സിലാക്കും. അവർക്ക് കൂടുതൽ ഇതിന്റെ വിവരങ്ങൾ പറഞ്ഞു കൊടുക്കും. അത്തരത്തിൽ അവരെ കൂടി കൂടെ നിർത്തി ഒരാളുടെ പോലും കണ്ണുനീര് വീഴാതെ അവരെ കൂടി കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ നടപ്പാക്കും. കേരളയിൽ ചർച്ചയാകുമല്ലേ? പാർട്ടി കോൺഗ്രസിൽ അവതരിപ്പിക്കപ്പെടുന്ന സംഘടനാ രേഖയും അതിന്റെ കരടു പ്രമേയത്തിന്മേലുള്ള ചർച്ച കഴിഞ്ഞ് ആ പ്രമേയം അന്തിമമായി അംഗീകരിച്ച് ആ പ്രമേയം പ്രസിദ്ധപ്പെടുത്തുന്ന സാഹചര്യം എല്ലാം ഉണ്ടാകും. ഇപ്പോൾ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന രേഖ അത് ഈ പാർട്ടി കോൺഗ്രസുമായി ബന്ധപ്പെട്ട രേഖയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം നാളെ രാവിലെ പാർട്ടി കോൺഗ്രസ് ആരംഭിക്കുകയുള്ളൂ. അവിടെ എല്ലാ തരത്തിലും രാജ്യത്ത് നേരിടുന്ന എല്ലാ പ്രശ്നങ്ങളും ചർച്ചയ്ക്ക് വരും. എന്തായാലും അതൊരു സ്വയം വിമർശനത്തിന്റേതായ കാര്യങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത്. നിങ്ങളെ സംബന്ധിച്ച് അതിൽ അഭിമാനിക്കാം. നിങ്ങളെ വിമർശിക്കാൻ തയ്യാറായിരിക്കുന്നു എന്നുള്ളത് അഭിമാനിക്കാവുന്നതാണ്. തിരുത്തലിന് തയ്യാറാകുന്നു എന്നുള്ള കാര്യം നമ്മുടെ സമ്മേളനത്തിൽ ചർച്ചകൾ ഉണ്ടാവും, സംവാദങ്ങൾ ഉണ്ടാവും, ചർച്ചകൾ, സംവാദങ്ങൾ, സ്വയം വിമർശനം ഏതൊക്കെ വിഷയങ്ങളിലൂടെ കടന്നു പോകും എന്ന് വരും ദിവസങ്ങളിൽ കാണാം. നാളെ സമ്മേളനം തുടങ്ങുമ്പോൾ ആ തരത്തിൽ തന്നെ അത് പോകട്ടെ എന്ന് ആശംസിക്കുകയാണ്. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. ഇടവേള.